بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, കോബാർ ഇസ്ലാഹി സെൻ്ററിൻ്റെ യൂത്ത് വിങ് യുവജന വിഭാഗം സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ പരിപാടിയിലാണ് ഈ ഒരു സമയത്ത് ഇസ്ലാഹി സെൻ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാങ്കേതികമായ ചില തടസ്സങ്ങൾ കാരണമാണ് നമ്മുടെ പ്രോഗ്രാം അല്പം വൈകിയത് എന്ന് തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രവും വർത്തമാനവും എന്ന വിഷയം അധിഷ്ഠിതമായിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആരംഭിക്കാനിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ കോബാറിലെ ഇസ്ലാഹി സെൻ്റർ പൂർണ്ണമായും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധിക കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ ഒരു കീഴ്ഘടകമായിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തന മേഖലകൾ. അതുകൊണ്ട് തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണോ കേരളത്തിൻ്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം അഥവാ കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും പഠിപ്പിക്കുന്നത്, അതേ പാതയിലൂടെ തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ മുഴുവൻ പരന്നുകിടക്കുന്ന ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ഇസ്ലാഹി സെൻ്ററുകളും അവരുടെ മുഖ്യമായ അജണ്ടയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആളെക്കൂട്ടി സാംസ്കാരികമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും അത്തരത്തിലുള്ള ഉന്നമന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതല്ല. മറിച്ച് പ്രവാസ ലോകത്ത് ജോലി തിരക്കുകൾക്കിടയിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ആ രംഗത്തുള്ള മതരംഗത്തുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്. നമ്മുടെ നാടുകളിൽ വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകൾ തന്നെ അതീതമായി എത്രയും ഒരുപക്ഷെ എണ്ണാൻ കഴിയാത്ത രൂപത്തിലുള്ള മുസ്ലിം സംഘടനകളുണ്ട്. അതിൽ നിന്ന് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തെ വ്യതിരിക്തമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ എല്ലാവരും വരുന്ന കൂട്ടത്തിൽ ഞാനും വരുന്നു എന്നതാകരുത്. എന്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലപ്പുറം കാലമായി കേരളത്തിൻ്റെ മണ്ണിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും വലിയ മാറ്റങ്ങൾക്ക്, വലിയ ഉന്നമനമായ പ്രവർത്തനങ്ങൾക്ക് കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിധ്വനികളാണ് ഈ കൂടുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതുപോലെ സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഖത്തറിലും ദുബായിലും തുടങ്ങുന്ന വ്യത്യസ്തമായ GCC രാഷ്ട്രങ്ങളിൽ ഇസ്ലാഹി സെൻ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരൊറ്റ കലിമത്തു തൗഹീദിൻ്റെ സാക്ഷ്യവാക്കിൻ്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ മാത്രമാണ്
കേരള നദുവത്തുൽ മുജാഹിദിന്റെ മുഖ്യമായ അജണ്ട. സൂചിപ്പിച്ചതുപോലെ മറ്റു യാതൊരു രൂപത്തിലുള്ള ആളെ കൂട്ടി വരുന്ന ഇലക്ഷനിൽ വോട്ട് ചോദിക്കാനും വോട്ട് ബാങ്കായി മാറാനും ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഒരു കാലത്തും തുനിഞ്ഞിട്ടില്ല, ഒരു കാലത്തും ഇനി ആ രൂപത്തിൽ പ്രവർത്തിക്കുകയുമില്ല. മറിച്ച് പൂർണ്ണമായും 100% നാളെ പരലോക വിജയത്തിന് നിദാനമാകുന്ന പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള പ്രഭാഷണങ്ങളും അതിനുവേണ്ടിയുള്ള സദസ്സുകളുമാണ് ഇന്നുവരെ, ഈ നിമിഷം വരെ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശവും അതുതന്നെയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ടാണ് വ്യതിരിക്തമാകുന്നത്? പലരും ചോദിക്കുന്നു, മുജാഹിദുകൾ എത്രയുണ്ട്? മുജാഹിദുകൾ ഇന്ന് 8 10 11 പലരും എണ്ണം പറയുന്നു. എന്തുകൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ അതിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്നു? ഈ യുവജന വിഭാഗം കഴിഞ്ഞ മാസത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ബഹുമാന്യനായ ഇന്ന് നമ്മളോട് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഇദ്രീസ് സ്വലാഹി എന്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ മുസ്ലിം നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുകയുണ്ടായിരുന്നു. അന്ന് ആ സദസ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയവർ ഇന്നും ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം. എന്നാൽ അന്ന് ആ ക്ലാസ് പങ്കെടുക്കാത്ത ആളുകൾക്ക് കൂടി എന്തുകൊണ്ടാണ് ഇവിടെ ഈ കോബാറിലായാലും ദമാമിലായും നമ്മുടെ ചുറ്റുപ്രദേശങ്ങളിൽ പല സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം വ്യതിരിക്തമാകുന്നത്? അതോടൊപ്പം തന്നെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നുപോയി. അത് 8 10 എന്തൊക്കെയാണ്? ആരുടെ കൂടെയാ നിൽക്കേണ്ടത്? ആരുടെ കൂടെയാ അണിനിൽക്കേണ്ടത്? ആരുടേതാണ് സത്യമെന്ന് പലർക്കും സംശയങ്ങളാണ്. പലരും പല രൂപത്തിലുള്ള വസ്വാസുകൾ മനസ്സുകളിലേക്ക് കുത്തിയിട്ടുകൊണ്ടിരിക്കുന്നു. ആ രൂപത്തിലുള്ള ബ്രെയിൻ വാഷുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് സത്യമുള്ളത്? എന്താണ് യാഥാർത്ഥ്യം? അത് തിരിച്ചറിയാൻ ഈ ഒരു സദസ്സ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മനസ്സുകളിലുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഈ അവസരം ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൻ്റെ അവസാന സമയത്ത് നിങ്ങൾക്ക് നൽകും. പൂർണ്ണമായും നിങ്ങൾക്ക് ഈ സദസ്സ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ ഒരു പ്രമേയം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുപിടിച്ചുകൊണ്ടായിരിക്കണം ഇനി ഇവിടെ മാത്രം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാകരുത്. നമ്മുടെ നാടുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് ഞാൻ ഇറങ്ങേണ്ടതിൻ്റെ അനിവാര്യത എന്ത് എന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരണം. അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടണം, നമുക്ക് ബോധ്യപ്പെടണം. എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അണിയിൽ ഇതിൻ്റെ ഭാഗവാക്കാകുവാനും കാര്യങ്ങൾ എന്തുകൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും മറ്റു സംഘടനകളിൽ നിന്നും ഈ പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർത്തന മേഖലകളും വിഭിന്നമായി നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഈ സദസ്സിനെ ഉപയോഗപ്പെടുത്തണം. അതുമാത്രമാണ് ഈ സദസ്സുകൊണ്ട് ഇസ്ലാഹി സെന്ററിൻ്റെ ഭാരവാഹികളും ഈ ഇസ്ലാഹി സെന്ററിൻ്റെ യുവജന വിഭാഗങ്ങളും സംഘാടകരും ഉദ്ദേശിക്കുന്നത് എന്നും എൻ്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഈ സദസ്സിൻ്റെ ആദ്യശപഥം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ പ്രിയപ്പെട്ട ഇസ്ലാഹി സെന്ററിൻ്റെ പ്രസിഡന്റ് സലീം വാഴക്കാടാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രവും വർത്തമാനവും എന്ന വിഷയം അധികരിച്ചുകൊണ്ട് വീഡിയോ ക്ലിപ്പിങ്ങുകളുടെ സഹായത്തോടുകൂടി നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഇദ്രീസ് സ്വലാഹിയാണ്. അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും മുഴുവൻ സഹോദരിമാരെയും മുഴുവൻ കുടുംബങ്ങളെയും ഇസ്ലാഹി സെന്ററിന് വേണ്ടിയും ഈ യുവജന വിഭാഗത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് നിങ്ങളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളോട് ആത്മാർത്ഥമായി പറയുന്നു, ഈ സദസ്സിനെ ഉപയോഗിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ ഇവിടെ വാങ്ങാവൂ എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون أمن يهديكم في ظلمات البر والبحر ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനുള്ള നമ്മുടെ ഈ ശ്രമത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം സലഫി പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മളന്ന് പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്ത്യപ്രവാചകൻ. ആ പ്രവാചകൻ 63 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചു. 23 കൊല്ലത്തെ പ്രബോധനത്തിൽ ഒരു മുസ്ലിം എന്ത് വിശ്വസിക്കണം, അവൻ്റെ വിശ്വാസം എന്തായിരിക്കണം, അവൻ്റെ കർമ്മങ്ങൾ എന്തായിരിക്കണം എന്നുള്ള സകലമാന കാര്യങ്ങളും റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ റസൂലുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികളെ, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ 2 കാര്യങ്ങൾ ഇനി വഹയി ഇറങ്ങില്ല. നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ജിബ്രീൽ എന്ന മലക്ക് എനിക്ക് വന്ന് വഹയി തരില്ല. എനിക്ക് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. നിങ്ങൾ വഴിപഴക്കില്ല. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് 2 മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപഴക്കില്ല. കിതാബ് അല്ലാഹി വസുന്നത്ത് റസൂലി, എൻ്റെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും റസൂലുള്ളാഹിൻ്റെ സുന്നത്തുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനുശേഷം സഹാബത്ത് റസൂലുള്ളാഹിൻ്റെ മരണത്തിന് ശേഷവും അവർ ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പ്രബോധനത്തിന് വേണ്ടി അയച്ചപ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ, ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ, മറ്റൊന്ന് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്, മൂന്നാമത് നിങ്ങളുടെ ഇജ്തിഹാദ്, സഹാബത്തിൻ്റെ ഇജ്തിഹാദ് എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു. അങ്ങനെ ആ സഹാബത്ത് ആ രൂപത്തിലാണ് പിന്നെ ജീവിച്ചത്. അങ്ങനെ കാലാകാലങ്ങളിൽ അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തോട് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ക്രിസ്ത്യാനികൾ 73 പിരിഞ്ഞു, 72 എൻ്റെ സമൂഹം 73 കുല്ലുഹും ഫിന്നാർ. റസൂലുള്ള മുസ്ലിം സമൂഹം പിരിയില്ല, മുസ്ലിം സമൂഹം എല്ലാ കാലത്തും ഒറ്റക്കെട്ടായിരിക്കും, എൻ്റെ ഖുർആനും സുന്നത്തും എൻ്റെ സഹാബത്തിൻ്റെ മാർഗത്തിലുമായിരിക്കും എന്നല്ല റസൂലുള്ള പറഞ്ഞത്. ക്രിസ്ത്യാനികൾ 72 എൻ്റെ സമൂഹം 73 ഭിന്നിക്കും, വിഭജിക്കപ്പെടും. കുല്ലുഹും ഫിന്നാർ, ആ കക്ഷികളെല്ലാവരും എൻ്റെ സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു പോകുന്ന എല്ലാ കക്ഷികളും നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദുൻ, ഒരു കക്ഷിയൊഴികെ. അവർ ചോദിച്ചു, ആരാണ് റസൂലെ, ആ കക്ഷിൻ്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കണം, താങ്കൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയാലും ആ കക്ഷിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കക്ഷിയുടെ സ്വഭാവം സഹാബത്തിന് വിവരിച്ചു കൊടുത്തു. മാ അന അലൈഹി വാ സുഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗത്തിലായിരുന്നോ ആ മാർഗത്തിലൂടെ ചലിക്കുന്നവർ മാത്രമായിരിക്കും സ്വർഗത്തിലേക്ക് പോവുക. അപ്പോൾ മുസ്ലിങ്ങൾ 73 വിഭാഗങ്ങളാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോഴേക്കും ഖവാരിജി എന്നുള്ള വിഭാഗം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അലി ഇബ്നു അബീ താലിബിൻ്റെ കാലം കഴിഞ്ഞപ്പോഴേക്കും അലി റളിയല്ലാഹു അതിന് പിന്തുണ കൊടുക്കാഞ്ഞിട്ട് പോലും ഷിയഅത്ത് അലി, അലിയുടെ പാർട്ടി എന്നുള്ള നിലക്കുള്ള ഷിയ വിഭാഗത്തിൻ്റെ ഉത്ഭവമുണ്ടായി. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ കക്ഷിത്വങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു പല കാലഘട്ടത്തിൽ. അവിടെയൊക്കെ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗമേതാ? കിതാബ് അല്ലാഹി വസുന്നത്ത റസൂലിഹി, അല്ലാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ തിരുസുന്നത്തും. സഹാബത്ത് എങ്ങനെ നമുക്കത് കാണിച്ചു തന്നു, നബി അത് പഠിപ്പിച്ചു. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് എൻ്റെ നൂറ്റാണ്ടാണ്. എനിക്ക് ശേഷമുള്ള മറ്റു 2 തലമുറകളാണ് ഉത്തമമായ നൂറ്റാണ്ട്. അതിനപ്പുറമുള്ളതെല്ലാം ദീനിൽ നിന്ന് തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ ദീനിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത്, നബി അംഗീകരിക്കാത്തത്, നബി ചെയ്യാത്തത് ആരെങ്കിലും പറയുകയോ അംഗീകരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ
ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അങ്ങനെ മുസ്ലിം ലോകത്തിൽ ഈ രൂപത്തിൽ മുസ്ലിങ്ങളും ജീവിച്ചു വന്നപ്പോൾ എവിടെയൊക്കെ മോശപ്പെട്ട പ്രവണതകളുണ്ടായോ അവിടെ എല്ലാവരും പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്നു, ഖുർആനും സുന്നത്തും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കെതിരെ എവിടെയെല്ലാം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായികൾ ഉണ്ടായിരുന്നപ്പോൾ, സഹാബത്ത് ജീവിച്ചിരുന്നപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുത്തു. സഹാബത്തിൻ്റെ മരണശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തെ ഈ മാർഗത്തിലാണ് നയിച്ചത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, മദ്ഹബിൻ്റെ ഇമാമുമാരായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ഇമാമിൻ്റെ പണ്ഡിതന്മാരെന്ന് പറയുന്ന എല്ലാ പണ്ഡിതന്മാരും ഈ രൂപത്തിലാണ് മുസ്ലിം സമൂഹത്തെ നയിച്ചത്. മഹാനായ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റാം, ഞങ്ങളും മനുഷ്യന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ എന്തൊക്കെ എതിരായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണുകയാണെങ്കിൽ, ഹദീസോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വിശുദ്ധ ഖുർആനല്ലാത്ത ഹദീസുകൾ ഞങ്ങളുടെ വാക്കുകൾക്ക് എതിരായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഹദീസിനെ സ്വീകരിക്കണം, ഞങ്ങളുടെ വാക്കുകളെ തള്ളണമെന്ന് മഹാന്മാരായ ഇമാമുമാർ പറഞ്ഞു വെച്ചു. അങ്ങനെ ഈ ഒരു മാർഗത്തിലാണ് മുസ്ലിം സമൂഹം വന്നത്. എന്നിട്ടായിരുന്നാലും മുസ്ലിം സമൂഹത്തിൽ കക്ഷികളും ഭിന്നതകളും ഒക്കെ ഉണ്ടായി. ആ സമയത്തൊക്കെ പണ്ഡിതന്മാർ അവരെ നല്ല നിലക്ക് നയിച്ചു. ഈ രൂപത്തിൽ കേരളത്തിലും ലോകത്താകമാനം പ്രശ്നങ്ങളുണ്ടായി. സൗദി അറേബ്യയിലുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇവിടെയും അന്ധവിശ്വാസവും കബറ് കെട്ടിപ്പൊന്തിക്കലും അള്ളാഹുവിനെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കലും, റിയാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ മരങ്ങളെ വരെ സ്ത്രീകൾ ഗർഭധാരണത്തിന് വേണ്ടി തവാഫ് ചെയ്യുന്ന രൂപവുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള പണ്ഡിതന്മാർ, ആൽ സഊദ് രാജാക്കന്മാരുടെ പിന്തുണയോടുകൂടി അവർ ഈ രാജ്യത്ത് മാറ്റങ്ങളുണ്ടാക്കി. ഇന്ന് ഈ രാജ്യം തൗഹീദിൻ്റെ രാജ്യമായി നിലനിൽക്കുന്നു. അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതേപോലെ കേരളത്തിലും ചലനങ്ങളുണ്ടായി. 1912 മഖ്ദി തങ്ങളും, അതേപോലെ തന്നെ 12 കഴിഞ്ഞ് മഖ്ദി തങ്ങൾ 1912 മരിച്ചപ്പോൾ അതിനുശേഷം വക്കം അബ്ദുൽ ഖാദർ മൗലവിയും, അങ്ങ് മലബാറിൽ KM മൗലവിയും KM സീതി സാഹിബും, അങ്ങ് തെക്ക് ഭാഗത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമൊക്കെ ഈ പരിഷ്കരണ പ്രസ്ഥാനം, കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി അവർ പഠിക്കില്ലായിരുന്നു. ബ്രിട്ടീഷുകാരോട് പൊരുതി രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും തകർന്നു കിടക്കുന്ന മുസ്ലിങ്ങളെ നവോത്ഥാനത്തിൻ്റെ മാർഗത്തിലേക്ക് ഈ പണ്ഡിതന്മാരാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്നും കൽക്കത്തയിൽ 4 ലക്ഷം മുസ്ലിങ്ങളാണ് കൽക്കത്ത തെരുവുകളിലൂടെ രക്ഷ വലിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മനുഷ്യന്മാർ, കുട്ടികൾ, കേരളത്തിലെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അവർ ഗ്രാജുവേറ്റുകളാണ്, അവർ ബിരുദധാരികളാണ്. നമ്മുടെ മക്കളൊക്കെ എൻജിനീയറിങ്ങിനും അതേപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസിനും ഒക്കെ റാങ്ക് നേടുമ്പോൾ പശ്ചിമ ബംഗാളിലെ കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് പശിയടക്കാൻ വേണ്ടി വരികയാണ്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. കേരളത്തിൻ്റെ മുസ്ലിങ്ങളുടെ ഈ പുരോഗതി ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ കൊടുത്തതല്ല. ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ കോൺഗ്രസ്സോ അതല്ലെങ്കിൽ ജനതാദളോ അതല്ലെങ്കിൽ BJPയോ ഒക്കെ ഇന്ത്യ രാജ്യം ദേശീയ പാർട്ടികൾ ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ മുസ്ലിങ്ങളെ പാലൂട്ടി വളർത്തിയിരുന്നുവെങ്കിൽ പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും മുസ്ലിങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലാകുമായിരുന്നില്ല. അവരുടെ അവസ്ഥ ദയനീയമാണ്. അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. കേരളത്തിൽ ഈ മാറ്റങ്ങൾ വന്നത് രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ വന്നത്, വിദ്യാഭ്യാസപരമായ മാറ്റങ്ങൾ വന്നത്, സാമ്പത്തികമായ മാറ്റങ്ങളൊക്കെ വന്നതിൻ്റെ പിന്നിൽ ഒരു കാലത്ത് 1921 കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ അറിയാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെയുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ അനാഥശാലകൾ തുടങ്ങാനും അങ്ങനെ കേരളത്തിൽ 1922 ഐക്യസംഘം എന്ന് പറയുന്ന സംഘമുണ്ടാക്കുകയും 1926 ആ 24 ആ ഐക്യസംഘത്തിൽ നിന്ന് സമസ്തയുടെ പേരിലുള്ള സൂഫി പണ്ഡിതന്മാർ പുറത്തു പോവുകയും, അപ്പോൾ ആദ്യം കേരളത്തിലുണ്ടാകുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംവിധാനമാണ്. അതാണ് ഇന്നും കേരള നദവത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സംഘടന. 1926 സമസ്ത അതിൽ നിന്ന് പുറത്തു പോകുന്നു. അതാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ് ദക്ഷിണ കേരളത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും അങ്ങ് മലബാറിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും ഒക്കെ പറഞ്ഞ് നിലനിൽക്കുന്ന സംഘടനകൾ. അങ്ങനെ നദവത്തുൽ മുജാഹിദീൻ അതിൻ്റെ പ്രവർത്തനം 1950 പൊതുജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി കേരള നദവത്തുൽ മുജാഹിദീൻ എന്നുള്ള സംവിധാനമുണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതിന് വിദ്യാർത്ഥി വിഭാഗമുണ്ട്, MSM ഉണ്ട്, യൂത്ത് വിങ് ഉണ്ട്, ISM ഉണ്ട്. അതേപോലെ തന്നെ സ്ത്രീധന വിഹിത വിവാഹങ്ങൾ നടക്കാൻ ബിസ്മി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്.
പാലിയേറ്റീവ് രംഗത്ത്, മെഡിക്കൽ വൃക്ക, അതേപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് ആളുകൾക്ക് സാന്ത്വനം പകരാൻ IMB പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ദഅവത്ത് എത്തിക്കാനുള്ള നിച്ച് ഓഫ് ട്രൂത്ത് പോലെയുള്ള ദഅവ സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും തൗഹീദ് പറയാത്ത, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് പറയാത്തൊരു ദിവസമില്ല. അങ്ങനെ ഒരു ദഅവത്തുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സംവിധാനം. ഈ സംവിധാനത്തിൽ പല കാലങ്ങളിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ രൂപത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകാൻ തന്നെ കാരണം, മുജാഹിദ് പ്രസ്ഥാനത്തെ ഇന്ന് പലരും ഒരു വിഭജനത്തിൻ്റെ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദുകൾ പരസ്പരം കടിച്ചു കീറുന്നവരാണ്. സഹോദരൻ യാസിർ പറഞ്ഞതുപോലെ അവർ 5 ആയി 8 ആയി 3 ആയി, നിങ്ങളാദ്യം തീരുമാനിച്ചു വാ, നിങ്ങളിൽ ഏതാണ് ശരിയെന്ന് തീരുമാനിച്ചു വാ എന്ന് പറയുന്ന അവസ്ഥയിലാകുമ്പോൾ നമ്മൾ എന്താണ് എന്നറിയേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ കോണി മാത്രം കയറി ഈ ഹാളിലേക്ക് വന്നിരിക്കാനൊരു കാരണമുണ്ട്. ഈ ഹാളിലേക്ക് വന്നിരിക്കാനൊരു കാരണമുണ്ടായിരിക്കണം. അത് ആരുടെയെങ്കിലും ഏതെങ്കിലും ഉസ്താദിൻ്റെ പ്രസംഗ വൈഭവമല്ല, ഏതെങ്കിലും പണ്ഡിതൻ്റെ കഴിവല്ല, മറ്റൊരു ഉസ്താദിൻ്റെ ചന്തമല്ല, വേറൊരു ഉസ്താദിൻ്റെ ശബ്ദ ഗാംഭീര്യമല്ല. മറിച്ച് ഈ സംവിധാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കാൻ കാരണം അള്ളാഹുവിൻ്റെ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതായിരിക്കണം. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ 1924 ഉണ്ടാക്കിയ ഈ സംവിധാനം 22 ഉണ്ടാക്കി ഈ സംവിധാനം മുന്നോട്ട് പോയി. 1941 ആയപ്പോഴേക്കും ഇതിലെ ഒന്നാമത്തെ വിഭജനം സംഭവിച്ചു. എന്താണ് ഒന്നാമത്തെ വിഭജനം? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെ മൗദൂദി സാഹിബ് സയ്യിദ് മൗദൂദി വരികയും 1941 വരികയും കേരളത്തിൽ അതിൻ്റെ അലയലികളുണ്ടാവുകയും അങ്ങനെ കേരളത്തിൽ K. മുഹമ്മദ് അലി ഹാജി, KC അബ്ദുള്ള മൗലവി തുടങ്ങിയ കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ പണ്ഡിതനായിരുന്ന KC അബ്ദുള്ള മൗലവി സയ്യിദ് മൗദൂദിയുടെ വാദങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ട് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പോവുകയാണ്. അത് പോകുന്നത് മുജാഹിദ് പ്രസ്ഥാനം 8 ഇതിലും വലുതായിട്ടുണ്ട്. അറിയുന്നവർക്ക് ഇന്ന് 3 ചരിത്രമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംവിധാനം ആകാശത്തിൽ നിന്ന് പൊട്ടിമുളക്കുന്നതല്ല, മറിച്ച് സയ്യിദ് മൗദൂദി എന്ന് പറയുന്നത് അദ്ദേഹം ഉത്തരേന്ത്യയിലെ അറബി ഭാഷ അദ്ദേഹത്തിന് അറിയില്ല എങ്കിലും ഉറുദു ഭാഷയിൽ അദ്ദേഹത്തിന് വളരെ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. എഴുതാനും അതേപോലെ തന്നെ ഉറുദുവിൽ പ്രസംഗിക്കാനും മതപരമായ പുസ്തകങ്ങളൊക്കെ വായിക്കാനും ഒരു കഴിവുള്ള ആളായിരുന്നു. അങ്ങനെ ലോകത്താകമാനം അന്ന് നടക്കുന്ന ഒരു ചിന്ത, ഈജിപ്തിലെ ഹസനുൽ ബന്ന, അതേപോലെ തന്നെ സയ്യിദ് കുത്തുബ്, ഇങ്ങനെ തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഇസ്ലാമിക ഭരണം ഇപ്പം എന്താ കുഴപ്പമാണോ? ഇസ്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഇസ്ലാമിക ഭരണം കുഴപ്പമാണോ? ഇസ്ലാമിക ഭരണം തന്നെയല്ലേ വേണ്ടത്? അതുതന്നെയാണ് ഇസ്ലാമിക ഭരണം തന്നെ വേണ്ടത്. പക്ഷേ ഇസ്ലാമിക ഭരണം പ്രവാചകന്മാരെങ്ങനെയാണ് സ്ഥാപിച്ചത്? അവിടെയാണ് നമ്മുടെ പോയിന്റ്. ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ലോക സംഘടനയായ ഇഖ്വാനുൽ മുസ്ലിമൂനും, ഇന്ന് ഈജിപ്തിലൊക്കെ ഇഖ്വാനുൽ മുസ്ലിമുണ്ട് അല്ലേ, അവർ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആദർശത്തിലും അതേപോലെ തന്നെ തത്വത്തിലും അവരെ പേര് വ്യത്യാസമുള്ള ഒരേ ആളുകളാണ്. നമ്മളിപ്പോൾ ലോകത്ത് സലഫികൾ എന്ന് പറയും, കേരളത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദി എന്ന് പറയും. അതേപോലെ അവരുടെ ലോക മൊത്തത്തിലുള്ളതാണ് ഇഖ്വാനികം. ഈ ഇഖ്വാനികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഉള്ള വാദം ഒന്ന് തന്നെയാണ്, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക. കേട്ടാൽ വളരെ സുഖം തോന്നും, പക്ഷേ നമ്മളവിടെ പറയുന്നത് ഇസ്ലാമിക ഭരണം പ്രവാചകന്മാരെങ്ങനെയാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അവിടെ ആരുണ്ട്? ഒരു ഭരണാധികാരി ഉണ്ട്. ആരാണ്? നമ്രൂദുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ആരുണ്ട്? ഫിർഔനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അവിടെ മക്കയിലുള്ള പല ഉത്തരവാദിത്തപ്പെട്ട റസൂലുള്ള ഭരണാധികാരിയല്ല. ഒരു പ്രവാചകനും ആദ്യം ശ്രമിച്ചത് എന്തിനല്ല? ഭരണം നേടാനല്ല. നബിനോട് വന്നിട്ട് ആളുകൾ ചോദിച്ചു, മുഹമ്മദേ എനിക്ക് മക്കയിലെ ഭരണം വേണോ? ഞങ്ങൾ തരാം. എന്നാൽ റസൂൽ ചുളിവിൽ ഇന്ന് അതും കൊണ്ട് പിടിച്ചെടുത്തുകൂടായിരുന്നോ? അല്ലേ? എന്നാ ഭരണം എടുത്ത് തരും, പിന്നെ സ്വഭാവം മാറ്റിയ പോരെ. അങ്ങനെയൊന്നും റസൂലുള്ള ചെയ്തില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയും മൂസാ നബിയും ചെയ്തതുപോലെ ജനങ്ങൾ എന്തായി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ, അള്ളാഹുവിനെ അല്ലാതെ എന്താകാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദ് പറഞ്ഞ് 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 അവർ തൗഹീദിൽ ഉറച്ചപ്പോൾ അവരുടെ പിന്നെ എന്ത് സംഭവിച്ചു? ഭരണം വന്ന പ്രവാചകന്മാരുണ്ട്, ഭരണം വരാതെ മരിച്ച
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണാധികാരിയായിട്ടാണ് മരിച്ചുപോയത് അല്ലേ? മദീനയിലെ ഭരണാധികാരിയായി. ഇബ്രാഹിം നബി ഭരണാധികാരിയായോ? ഇല്ല. മൂസാ നബി ഭരണാധികാരിയായിട്ടില്ല. സുലൈമാൻ നബി ഭരണാധികാരിയായി. ഭരണാധികാരിയായ പ്രവാചകനുണ്ട്, ഭരണാധികാരി. അപ്പോൾ ഒരു പ്രവാചകൻ ഭരണാധികാരി ആയാലേ പൂർണ്ണ മുസ്ലിം ആകുള്ളൂ? മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഭരണം കിട്ടിയാലേ അവിടെ ഇസ്ലാം ഉണ്ടാവുള്ളൂ? അല്ല. ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രം വ്യത്യസ്തമാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഇന്ത്യയിൽ നമുക്ക് എന്താ പ്രശ്നം? ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ രീതികളും നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം സോപ്പിടൽ അറിയില്ല. സത്യത്തിൽ സോപ്പിടൽ അറിയില്ല. സോപ്പാക്കാൻ സോപ്പുമായിട്ട് കുമിളകളുമായിട്ട് നടക്കുന്ന കുറേ സംഘടനകളുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങളൊരാൾ വന്നു, പിറ്റത്തെ ആഴ്ച വന്നില്ല, നിങ്ങളങ്ങനെ വിളിച്ചിട്ട് എന്താ വരാത്ത്, പിന്നെ അല്ലെങ്കിൽ കുറച്ച് സാമ്പാർ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത്, കുറച്ച് ചോറ് ഇങ്ങോട്ട് കൊണ്ട് കൊടുത്ത്, ഇങ്ങനത്തെ സാമ്പാർ കൊടുക്കണ്ട ചോറ് കൊടുക്കണ്ട എന്നും പറയില്ല. ഇങ്ങനെ സോപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ സംഘടനയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ചെപ്പടി വിദ്യകളൊന്നും മുജാഹിദ് പ്രസ്ഥാനം ചെയ്യാറില്ല. മറിച്ച് എല്ലാ സംഘടനകളും ആ രൂപത്തിലാണ്. ഫാമിലി കണക്ഷനുകൾ. അപ്പോൾ കുറേ ആളുകൾ അവളവിടെയാണ്, ഓനവിടെയാണ്, ആ കൂട്ടുകാരൻ ഇവിടെയാണ്, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ലാതെ അങ്ങനെ കുറേ പ്രവർത്തനം നടത്തുന്ന, ഫീൽഡ് വർക്ക് നടക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും മുന്നിൽ, അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ജമാഅത്തിൻ്റെ ഏതെങ്കിലും ഒരു സംഗതി കണ്ടിട്ടേക്കാർ അല്ലെങ്കിൽ മാധ്യമം പത്രം വായിച്ചിട്ട് അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതുന്നതിനെ സംബന്ധിച്ച് ആ ഉത്സവക്കേക്കാരോ ജമാഅത്ത് ക്ലാസ്സിന് പോകാൻ പ്രേരിപ്പിച്ചത്. അതല്ലെങ്കിൽ മീഡിയ വണ്ണിൽ ഒരു ചർച്ചയായിരിക്കും. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ അറിയുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് അവൻ അറിയുന്നില്ല. അപ്പോൾ ഇവർ ഇന്ത്യ രാജ്യത്ത് നമ്മൾ പറഞ്ഞപ്പോൾ പ്രവാചകന്മാരിൽ ഭരണാധികാരി ആയി മരിച്ച പ്രവാചകന്മാരുണ്ട്, ഭരണാധികാരി അല്ലാതെ. എല്ലാവരും എന്താണ്? പ്രവാചകന്മാരാണ്, അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളാണ്. ആരെങ്കിലും ഇബ്രാഹിം നബിക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഭരണം കിട്ടാത്തതുകൊണ്ട്? ഇല്ല. മൂസാ നബിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അങ്ങനെ മൗദൂദി സാഹിബ് ഇന്ത്യ രാജ്യത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ, കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ അവർക്കെന്തായിരുന്നു? ഹറാമായിരുന്നു, ഷിർക്കായിരുന്നു. കാരണം എന്താ? ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുക എന്നല്ലാതെ, മൗണ്ട് ബാറ്റൻ പ്രഭു പോയി, ജവഹർലാൽ നെഹ്റുവിന് അധികാരം വന്നാൽ എന്താണ്? ലാത്ത പോയി മനാത്ത വന്നു. മക്കയിൽ ലാത്തിയും മനാത്തി എന്താണ്? രണ്ട് വിഗ്രഹങ്ങളാണ് അല്ലേ? ലാത്തിനോട് പ്രവർത്തിച്ചാലും ഷിർക്ക്, മനാത്തിനോട് പ്രവർത്തിച്ചാലും തന്നെ ഷിർക്ക്. അപ്പോൾ ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടേണ്ടത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരനായ അവസാനത്തെ പ്രഭു ആരായിരുന്നു? ഇന്ത്യ രാജ്യം ഭരിച്ച മൗണ്ട് ബാറ്റൻ പ്രഭു അല്ലേ? മൗണ്ട് ബാറ്റനിൽ നിന്ന് ബാറ്റൺ ആരിലേക്ക് പോയി? ഇന്ത്യ രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിലേക്ക് പോയാലും എന്ത് വന്നില്ല? ഇസ്ലാമിക ഭരണം വന്നോ? ഇല്ല. അതുകൊണ്ട് ലാത്ത പോയി മനാത്ത വന്നു. രണ്ട് സംഗതി എന്തെന്നെ? രണ്ടും വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അന്ന് മൗദൂദ് സാഹിബ് ഇന്ത്യ വിഭജനം 947 ഉണ്ടായപ്പോൾ മൗദൂദി സാഹിബ് എവിടേക്ക് പോയി? ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലയ്ക്ക് എവിടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. പിന്നെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ മൗദൂദിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും പാടെ പാകിസ്ഥാനിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട്, പഞ്ചാബിൻ്റെയും അതല്ലെങ്കിൽ ഡൽഹിയുടെ ഒക്കെ അതിർത്തിയിലാകുമ്പം പാകിസ്ഥാനിക്ക് പോകാൻ എളുപ്പമാണ്. കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അന്ന് വാഗ അതിർത്തിയിലൊക്കെ കടന്നിട്ട് ട്രെയിനുകളിൽ നിന്നും, അതേപോലെ തന്നെ ഇന്ന് സിറിയയിലൊക്കെ നടക്കുന്ന പാലായനം പോലെ മുസ്ലിങ്ങൾ എന്താകുകയാണ്? എവിടേക്ക് ഒഴുകുകയാണ്? പാകിസ്ഥാനിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുന്ന മുസ്ലിങ്ങളെ വഴിയിൽ വെച്ച് സിഖുകാരും അതേപോലെ തന്നെ ഹൈന്ദവ ഫാസിസ്റ്റുകളും ചുട്ടെരിച്ച സംഭവം, ജീവനോടെ കത്തികരിച്ച സംഭവമൊക്കെ ഇന്ത്യ ചരിത്ര സ്വാതന്ത്ര്യ സമരത്തിൽ കാണാം. അന്ന് ഗാന്ധിജി ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ തെരുവുകളിലൂടെ നടന്ന് പ്രസംഗിക്കുകയാണ്. എന്തിനെ? മുസ്ലിങ്ങളെ കത്തിക്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് RSSകാർക്ക് ഏറ്റവും വലിയ ദേഷ്യം ആരോട്? ഗാന്ധിജിനോട്. ഗാന്ധിജിൻ്റെ വേറൊരു വശം പറയുന്നവരുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല വശം നമ്മൾ നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ രൂപത്തിൽ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ഇനി ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അല്ലേ? അപ്പോൾ മൗദൂദി പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തേക്ക് പോകണം. ഇസ്ലാമിക രാജ്യത്തേക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും എന്ത് ചെയ്യും? ഇവിടെ എല്ലാവർക്കും 3 രംഗാണ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന്, 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ മുസ്ലിങ്ങൾ 3 രൂപത്തിലാണ്. ഒന്ന്, കോൺഗ്രസ്സിലുള്ള ദേശീയ മുസ്ലിങ്ങൾ,
കോൺഗ്രസ് പോലെയുള്ള സംഘടനകളിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ അല്ലേ? മൗലാന അബുൽ കലാം ആസാദ്, കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പോലെ. അതേപോലെ വേറൊരു വിഭാഗം മുസ്ലിം ലീഗിൽ നിൽക്കുന്ന ആളുകൾ, ഇസ്മായിൽ സാഹിബ്, കെ എം മൗലവി, കെ എം സീദി സാഹിബ് അല്ലേ പോലെയുള്ള ആളുകൾ. മൂന്നാമത്തെ വിഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പ്രശ്നം, ഈ രണ്ട് വിഭാഗവും വിശ്വസിച്ചത്, കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾ വിചാരിച്ചു ദേശീയമായിട്ട് കോൺഗ്രസ്സിൽ ചേർന്നാലാണ് മുസ്ലിങ്ങൾക്ക് എന്തുണ്ടാവുക, പുരോഗതി ഉണ്ടാകുക. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം കാലയിലായിരുന്നു. ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ, കെ എം സീദി സാഹിബിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി മുസ്ലിങ്ങൾ എന്താവണം, ഒരു പാർട്ടി ആവണം. ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അതേ ആദർശം. അങ്ങനെ ഇസ്മായിൽ സാഹിബ്, കെ എം മൗലവി. അന്ന് 1947 ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, മൗണ്ട് ബാറ്റൺ വന്നാലും നെഹ്റു വന്നാലും എന്തെന്നെ ലാത്ത പോയി മനാത്ത് വന്നു. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ എലക്ഷനിൽ നമ്മൾ എന്താകാൻ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല. ഇന്നിപ്പോൾ നടക്കുന്ന നിയമസഭ, ലോകസഭ, പഞ്ചായത്ത് ഇതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. ഇതൊക്കെ ഇപ്പം ഇന്ന് ജമാഅത്തോട് ചോദിച്ചാൽ ഇതൊന്നും ഉണ്ടായിരുന്നെന്ന് പറയും. പക്ഷേ അവർ ഈ മുസ്ലിങ്ങളോട് പറഞ്ഞൊരു കാര്യം അത്. അതേപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ മത്സരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഷിർക്കാണെന്നാണ് പറയുന്നത്. ചെറുതല്ല, ഹറാമാ അല്ല, ഷിർക്കാണെന്നാണ് പറയുന്നത്. മൂന്നാമത് അവർ പറഞ്ഞ മറ്റൊരു സംഗതി, മുസ്ലിങ്ങൾ ഇതേപോലെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പാടില്ല. അവിടുന്ന് BA-യും അതേപോലെ തന്നെ MCOM-ഉം MA-യും അതേപോലെ തന്നെ എൻജിനീയറിങ്ങിനും എൻട്രൻസിനൊന്നും കുട്ടികളെന്താകാൻ പാടില്ല, സർട്ടിഫിക്കറ്റ് നേടാൻ പാടില്ല. ഇതെല്ലാം ഷിർക്കാണ് എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. അതിനുശേഷം 1978 വരെ അവരെന്തായിട്ടില്ല, ഒരു പോളിംഗ് ബൂത്തിലും അവർ പോയിട്ടില്ല. എന്തിന് വോട്ട് ചെയ്യാൻ. അവർ ഗവൺമെൻറ് സ്കൂളുകളുമായിട്ട് സഹകരിച്ചിട്ടില്ല. MLA-യോ മന്ത്രിയോ ആകാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ ശ്രമിച്ചിട്ടില്ല. അന്ന് മുജാഹിദ് പ്രസ്ഥാനം അവരോട് പറഞ്ഞ് 1941 അവർ പിരിഞ്ഞു പോണത് അല്ലേ? അന്ന് മുജാഹിദ് പ്രസ്ഥാനം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിരിഞ്ഞു പോണത്? നിങ്ങളിപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ അനുസരിക്കേണ്ട, അവർ താകൂത്തി ഗവൺമെൻറ്റാണ്, കാഫറുകളുടെ ഗവൺമെൻറ്റാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയണത് അല്ലേ? അപ്പം നമ്മൾ ഇനി ഇങ്ങനെ അമുസ്ലിം ഗവൺമെൻറ്, ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് മുസ്ലിമാണോ, ഇസ്ലാമിക നയമാണോ നടപ്പാക്കണേ? അല്ല, മുസ്ലിങ്ങൾക്ക് കുറേ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്, 10 കാര്യങ്ങൾ അവകാശം കൊടുക്കുന്നുണ്ട്, അല്ല ഇസ്ലാമിക ഗവൺമെൻറ് ഒന്നല്ല. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അതിനെ എതിർക്കണേ? നിങ്ങൾ പറഞ്ഞു വോട്ട് ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പാടില്ല, പഠിച്ചവരൊക്കെ സർട്ടിഫിക്കറ്റ് കീറിടണം. നേതാക്കന്മാരൊന്നും കീറിയിട്ടില്ല, സാധുക്കളെന്തായി കീറിയിട്ട്. അങ്ങനത്തെ കുറേ സാധുക്കൾ ജോലി കിട്ടാതെ ഇറങ്ങിപ്പോയി. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ബേജാറാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ആദ്യത്തെ ഹിജ്റ എവിടേക്കായിരുന്നു? മദീനത്തേക്കായിരുന്നോ? അല്ല, അബിസീനിയയിലേക്കായിരുന്നു. എവിടേക്ക്? അബിസീനിയ ആണ് ഇന്നത്തെ എത്യോപ്യ. അവിടേക്ക് മുസ്ലിങ്ങൾ ഹിജ്റ പോയി. ഒരു ടീമേ പോയിട്ടുള്ളൂ. അങ്ങനെ പോയപ്പോൾ അവിടെ റസൂലുള്ളാഹിൻ്റെ അനുവാദത്തോടു കൂടി പോയതാണ്. അവിടെ നജ്ജാഷി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ രാജാവാണ് എവിടെ ഉണ്ടായിരുന്നത്? എത്യോപ്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജമാഅത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ബേജാറാണ്? നബി ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ എവിടേക്കാണ് പോയത്? എത്യോപ്യയിൽ ആരാണ്? മുസ്ലിം രാജാവാ? അമുസ്ലിം രാജാവാണ്. ആ അമുസ്ലിം രാജാവിൻ്റെ കീഴിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ എന്തായത് പോയത് അല്ലേ? അപ്പം അതുപോലെ തെളിവ്. നെഹ്റു ആയാലും, നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ആയാലും, മൊറാർജി ആയാലും, ദേവഗൗഡ ആയാലും, ചന്ദ്രശേഖരനായാലും, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ആയാലും, മൻമോഹൻ സിംഗ് ആയാലും, ഇന്നുള്ള മോഡി ആയാലും ഒക്കെ അമുസ്ലിങ്ങളുടെ കീഴിൽ ഇതേ രൂപത്തിൽ മുസ്ലിങ്ങൾ എന്തായിട്ടുണ്ട്,
എന്തായിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ആ തെളിവ് വെച്ചിട്ട് നമുക്ക് എവിടെയും ജീവിക്കാം. പറഞ്ഞു മനസ്സിലായല്ലേ അല്ലേ? ഇന്ത്യയിൽ ആ തെളിവാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് 978 വന്നപ്പോൾ പിന്നെ അവരെന്തായി? അവരൊന്ന് മാറി ചിന്തിച്ചു. കാരണം ഇന്ദിരാഗാന്ധിൻ്റെ അടിയന്തരാവസ്ഥ സംഭവിച്ചത് എന്നാണ്? രാഷ്ട്രീയ ആൾക്കാരുണ്ടാവും അല്ലേ? 977 അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മുണ്ടാകാൻ പാടില്ല, നാവടക്കൂ പണിയെടുക്കൂ എന്ന്. ആരൊന്നും മുണ്ടാൻ പാടില്ല. ഇന്ദിരാഗാന്ധിക്ക് എതിരിലോ പത്രങ്ങളിലോ ഒന്നും ആരും ചലിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അസഹിഷ്ണുത പറയുമ്പോൾ BJPക്കാർ കോൺഗ്രസ്സുകാർ അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയണത്? അന്നത്തെ അടിയന്തരാവസ്ഥ പറയണത്. അങ്ങനെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി RSSനെ നിരോധിച്ചു, ജമാഅത്തെ ഇസ്ലാമിനെയും നിരോധിച്ചു. കാരണം അവർ ഈ ഇന്ത്യ രാജ്യത്തെ ഭരണഘടന എന്താവുന്നില്ല? ജനാധിപത്യം, ദേശീയത, മതേതരത്വം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, അത് വായിച്ചാൽ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യവും ദേശീയതയും മതേതരത്വവും അനിസ്ലാമികമാണ്. അതിൻ്റെ കീഴിലൊരു മുസ്ലിമിന് എന്താകാൻ പറ്റൂല? ജീവിക്കാൻ പറ്റൂല. ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടല്ല എന്ന്. അപ്പോൾ അവരതിനൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ 977 വന്നപ്പോൾ അവരെ നിരോധിച്ചപ്പോൾ പിന്നെ നമ്മളൊരാൾ നിരോധിച്ച പിന്നെ ഓനെതിരെ നമ്മളെന്താവണം? ഇപ്പോൾ നമ്മളെ കുടുംബക്കാരെ ഏതെങ്കിലും MLA ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നമ്മളെന്താണ്? ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് ഓനെതിരെ വോട്ട് ചെയ്യും. നമ്മുടെ കുടുംബക്കാരെല്ലാവരെ കൊണ്ട് എന്താവും? വോട്ട് ചെയ്യും. അതേപോലെ ജമാഅത്തെ ഇസ്ലാമി 1978 ഇന്ദിരാഗാന്ധിക്കെതിരെ ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ന് കോൺഗ്രസ് 45 സീറ്റിലേക്കാണ് വന്നെങ്കിൽ അന്ന് ഇന്ദിരാഗാന്ധി അടക്കം തോറ്റു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ദിരാഗാന്ധി അടക്കം എന്തായി? തോറ്റു. ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി പോകുന്നിടത്തൊക്കെ ഭയങ്കര ജനക്കൂട്ടം. എന്താ ഗരീബി ഹഠാവോ, ദാരിദ്ര്യം അത് നിർമ്മാർജ്ജനം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഫിഗറായിരുന്നു അല്ല, ഭയങ്കര ഇന്ത്യ രാജ്യത്തെ വലിയൊരു ഫിഗറായിരുന്നു. ആ ഇന്ദിരാഗാന്ധി 977 ഇവരെ നിരോധിച്ചപ്പോൾ ആ ഇന്ദിരാഗാന്ധിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? വോട്ട് ചെയ്തു. നമ്മൾ വോട്ട് ചെയ്ത പ്രശ്നമല്ല. നമ്മളതിന് മുമ്പ് എന്തായിട്ടുണ്ട്? ഇവരിതുവരെ എന്താ പറഞ്ഞിരുന്നത്? വോട്ട് എന്താന്നാ പറഞ്ഞിരുന്നത്? ഷിർക്ക് എന്നാ പറയുന്നത്. ആ ഷിർക്ക് എപ്പോഴെങ്കിലും ഹലാലാകുമോ? അത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഹലാലാകുമോ? ഇല്ല. അങ്ങനെ അവർ പിന്നെ 985 മാറി. പിന്നെ 85 വരെ വോട്ട് ചെയ്തില്ല. 78 പിന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ ചെയ്തിട്ട് 85 വരെ വോട്ട് ചെയ്തില്ല. പിന്നെ 85 മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊന്നും ഇപ്പോൾ നമ്മളവർ പരിഹസിക്കുന്നില്ല, അവരുടെ ഗതികേടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്നാ. പിന്നെ ഇപ്പം അവരെല്ലാ ഇലക്ഷനിലും നമ്മളപ്പം എന്താകുന്നുണ്ട്? നമ്മളെ മുന്നിലും പിന്നിലൊക്കെ നിന്ന് എന്ത് ചെയ്യാന്നുണ്ട്? വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ മതരംഗത്ത് അവരുണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. സംഗീതം ഹലാലാക്കുന്ന രൂപത്തിൽ, മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന രൂപത്തിൽ പല കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായിട്ടും പിന്നോട്ട് നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ മാതൃഭൂമിക്കെതിരെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കേണ്ടത് തന്നെയാണ് അവരുടെ ഈ കാടത്തത്തെ. അതേപോലെ തന്നെ ഇത് TK ഉബൈദ്, തേജസ്സിൽ TK ഉബൈദ് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഖുർആൻ പരിഭാഷ എഴുതിയ ആളാണ്. അദ്ദേഹം തേജസ്സിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം തേജസ്സിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഇന്ന് രാവിലെ എനിക്ക് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എനിക്ക് എൻ്റെ ഇമെയിലിൽ അയച്ചു തന്നതാണ്. അദ്ദേഹം ഉബൈദിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി അയച്ചു തന്നതാണ്. പക്ഷേ അതിലെ ചില വരികൾ ഞങ്ങളെ കേൾപ്പിക്കാം. ഉബൈദിനോട് ചോദിക്കാൻ, TK ഉബൈദ് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിൻ്റെ മൗദൂദി സാഹിബിൻ്റെ ഖുർആൻ ഭാഷയുണ്ട് അല്ലേ, അവർ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ 10 റിയാലിൻ്റെ CD മൊത്തം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പരിഭാഷകനാണ് TK ഉബൈദ്. ആ TK ഉബൈദിനോട് ചോദിക്കുകയാണ്, പുതിയ ജമാഅത്തെ ഇസ്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചാനലും പത്രം അതൊക്കെ പോട്ടെ, അതിലുള്ള പെണ്ണുങ്ങളും അതിലുള്ള സംഗീതവും അല്ലെങ്കിൽ അവരുടെ പരിപാടികളുള്ള സംഗീതവും ആ ഇതൊക്കെ അവിടെ നിർത്തിയാൽ തന്നെ അതൊക്കെ ഹറാമുകളാണ് അവർ ചെയ്യുന്നത്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താ? ശരീഅത്തിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ശരീഅത്ത് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ജിബ്രീലിന് വഹി കൊടുത്തിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്ത്. ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? കുറക്കാൻ പറ്റുമോ? ഇല്ല. ഏത് കമാൽ ഭാഷ പറഞ്ഞാലും മാതൃഭൂമി എഴുതാലും ആ കോൽക്ക് അവിടെ പറഞ്ഞിരിക്കാന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് അതിലൊന്നും ചേർക്കാനും പറ്റില്ല. കാരണം ഇത് നമ്മൾ അച്ഛന്മാർ പള്ളിയിലിരുന്ന് ഉണ്ടാക്കിയ പോലെ നമ്മൾ എഴുതിണ്ടാക്കിയ പരിപാടിയല്ലത്. ഇത് അള്ളാൻ്റെ റസൂലിന് വഹി കൊടുത്തിട്ട് അള്ളാൻ്റെ റസൂൽ ജനങ്ങളോട് എന്തായതാണ്? പറഞ്ഞതാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. ഞാൻ സംസാരിക്കുന്നില്ല വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പോൾ നീ സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എവിടുന്ന് കിട്ടിയതാ? 7 അവയവങ്ങൾ സുജൂദിൽ വെക്കണമെന്ന് ആര് പറഞ്ഞതാ?
അള്ള പറഞ്ഞതാ. നിസ്കാരം 5 വക്ത് നിസ്കരിക്കണം, സക്കാത്ത് പശുവിന് ഇത്ര, ആടിന് ഇത്ര, അതേപോലെ തന്നെ കാലി സമ്പത്തിന് ഇത്ര, ധാന്യത്തിന് ഇത്ര, സ്വർണത്തിന് ഇത്ര, അള്ള പറഞ്ഞു കൊടുത്തതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതേപോലെ തന്നെ ഒരു മനുഷ്യന് ലൈംഗികമായ ആസക്തിയുള്ള കൂടുതലുള്ള ആളുകൾ, അതേപോലെ പ്രയാസമുള്ള ആളുകൾ, അവർക്ക് വിവാഹം. എന്നാലും അനാവശ്യമായ വീഴ്ചകളിലേക്ക് പോകരുത്. ലീഗലല്ലാതെ ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടല്ലാതെ ഒരു പെണ്ണുമായിട്ട് എന്തിലേർപ്പെടരുത്, അനാവശ്യ സംഗതികളിൽ ഏർപ്പെടരുത് എന്നൊക്കെ അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ പറഞ്ഞു കൊടുത്ത ഈ ശരീഅത്തുണ്ടല്ലോ, ആ ശരീഅത്തിനെ കുറിച്ച് ഉബൈദിനോട് ചോദിക്കണം, നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ മൂപ്പര അഭിപ്രായം പറയാൻ. നമ്മുടെ ഇത് കഴിഞ്ഞ കാലത്തെ ശരീഅത്താണ്. നമ്മളെന്താ മനസ്സിലാക്കിയേ? നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? ഇത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? നമ്മളെ ശരീഅത്ത് എന്താണ്? അവസാന കാലം വരെയുള്ളതാണ്. ഇയാൾ പറയും നമ്മുടേത് കഴിഞ്ഞ കാലത്തെ ശരീഅത്താണ്. മനുഷ്യ ജീവിതം വികാസക്ഷമമാണ്. ഇവർ പറയുമ്പോൾ ഭാഷയൊക്കെ എന്താവും, കുറച്ച് കട്ടിയോടും. നമ്മളെന്താ പറയുക, മനുഷ്യ ജീവിതം എല്ലാ കാലത്തും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുമ്പോൾ എന്താ, വികാസക്ഷമമാണ്. അപ്പോൾ നമ്മളൊന്ന് ബേജാറാവും, ആൾ ഭയങ്കരമാണല്ലോ അന്ന് കേട്ടോളൂ, ബേജാറായിക്കോളേയും. മനുഷ്യ ജീവിതം എന്താണ്? വികാസക്ഷമമാണ്. ഇന്നലെ കൊണ്ടു നടന്ന നിയമസംഹിത ഇന്നത്തേക്ക് പര്യാപ്തമായി കൊള്ളണമെന്നില്ല. ആര് നിയമസംഹിത പര്യാപ്തമായി കൊള്ളണം പറഞ്ഞ ഇത് കേട്ടാ? ഇന്നലെ കൊണ്ടുവന്ന നിയമസംഹിത ഇന്നത്തേക്ക്, മാതൃഭൂമിയൊക്കെ അവിടെ നിൽക്കും, ഇന്നത്തേക്ക് പര്യായമായി കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പൊ കമ്മ്യൂണിസം മനുഷ്യന്മാർ കൊണ്ടുവന്നതാ, അത് ഇന്നത്തേക്ക് പറ്റുമോ? കമ്മ്യൂണിസം അലകുംപൊടിയൊക്കെ അടിച്ച് മാറ്റി അല്ലേ? അതിൻ്റെ രീതികളൊക്കെ ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയൊക്കെ ഗോർബച്ചോ കൊണ്ടുവന്നിട്ട് അലകുംപൊടി മാറ്റി ഇത് മുന്നിൽ കൊണ്ടുപോകാൻ പറ്റൂല. പഴയമാതിരി പരിപ്പാടിയും കട്ടൻ ചായയും നിന്നിട്ട് പറ്റൂലത്. അതിന് മാറ്റങ്ങൾ ഉണ്ടാവണം. അതാണ് ഇപ്പോൾ പുതിയ കമ്മ്യൂണിസം, ആഗോള കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞവർ. മനുഷ്യ നിർമ്മിത തത്വസംഹിതകളെ പറ്റി പറഞ്ഞത് ശരിയാണ് അല്ലേ? മറിച്ചോ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റുമോ? കാരണം അള്ളയാണ് ഈ മതത്തിൻ്റെ ഇന്നദീന ഇൻദല്ലാഹിൽ. അള്ളാഹ്ക്ക് ഇന്നലെ ഇന്നും നാളെ ഉണ്ടോ? അള്ളാഹ്ക്ക് ഇന്നലെയും ഇന്നും നാളെ ഉണ്ടോ? ഇല്ല. അത് അള്ളാഹ് മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്താണ് ഈ ശരീഅത്ത്. പക്ഷെ ടി കെ ഉബൈദ് എന്താ പറയണത്? ഇന്നലെ കൊണ്ട് നടന്ന നിയമസംഹിത ഇന്നത്തേക്ക് പര്യാപ്തമായി കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടേത് കഴിഞ്ഞ കാലത്തെ ശരീഅത്താണ്. മനുഷ്യജീവിതം വികാസക്ഷമമാണ്. ഇന്നലെ കൊണ്ടു നടന്ന നിയമസംഹിത ഇന്നത്തേക്ക് പര്യാപ്തമായി കൊള്ളണമെന്നില്ല, പുതിയത് വേണം. നമ്മുടേത് സെക്കൻഡ് ഹാൻഡ് ശരീഅത്താണ്. ഇത് നിങ്ങൾ തേജസ് പത്രങ്ങൾ വാങ്ങാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങി വായിച്ചു നോക്കി. ഞാൻ അതിലൊന്നും കൂട്ടണമില്ല കുറക്കണമില്ല. എന്നിട്ട് അല്ലാമ മുഹമ്മദ് ഹസദ് പറയുകയുണ്ടായി. മുഹമ്മദ് ഹസദ് മുഹമ്മദ് നബിയാ? തെളിവാരാ? ഇത് പറഞ്ഞിട്ട് ഖുർആനാ ഓതിയത്? ഇസ്ലാമിക ശരീഅത്ത് എപ്പോഴും നിയമസംഹിത എപ്പോഴും ഇങ്ങനെ വികാസക്ഷമമായതുകൊണ്ട് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഖുർആനാ ഓതിയത്? ഹദീസ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ലാമ മുഹമ്മദ്. നിങ്ങൾ തന്നെ കേട്ടിട്ടില്ല, ഞാൻ പിന്നെ അത് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂപ്പര് പറയണ്, ഖുർആനും സുന്നത്തുമാകുന്ന ശാശ്വത ശരീഅത്ത് മരത്തിൻ്റെ തായ്തടിയുടെ സ്ഥാനത്താണ്. തായ്തടിയാണ് പ്രധാനം. പക്ഷേ ചിലർ അതിനു പകരം മരത്തിൻ്റെ ഇലക്കാണ് സ്ഥിരത കൊടുക്കുന്നത്. ഖുർആനും സുന്നത്തിനും പ്രാധാന്യം കൊടുക്കാതെ ഫിഖ്ഹിന് പ്രാധാന്യം കൊടുക്കുന്നവർ ഇത്തരക്കാരാണ്. അപ്പോൾ ഖുർആനും സുന്നത്തൊന്ന് വേറെയും ഫിഖ്ഹൊന്ന് നമ്മളെവിടുന്നാ പഠിക്കില്ലേ? ഖുർആനും സുന്നത്തിൻ്റെ കൂടെ മൂന്നാമത്തെ പീരീഡാണ് ഫിഖ്ഹ് അല്ലേ? ഇതിൽ നിന്ന് വരുന്ന തന്നെയാണ് ഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞത്. അല്ല ഫിഖ്ഹ് വേറെ ആകാശത്ത് നിന്ന് ഇറങ്ങണതാ അല്ല. അപ്പോൾ ഇത് പഴയ ശരീഅത്താണ്. അതാണ് ഒ അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത, ഒ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ. ഞാൻ അങ്ങനെ വ്യക്തികളെ പേര് പറഞ്ഞു, ഇക്കാരോട് പ്രത്യേകിച്ച് കല്യാണ ബന്ധം തെറ്റൊന്നുമില്ല. ഇങ്ങനത്തെ ആളുകളാണ് ഇത് നയിക്കുന്നത് എന്നറിയാൻ വേണ്ടി, നിങ്ങളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, സാമ്പത്തിക കാര്യങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ആദർശത്തെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തുള്ള ഏക സിവിൽ കോഡ് സംവിധാനം നമ്മൾ അത്രയും എതിർക്കേണ്ടതില്ല എന്നാണ്. കാരണം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടത്ര അവകാശം എവിടെ കിട്ടുന്നില്ല, ശരീഅത്തിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അത്രയും സ്ത്രീകൾക്ക് സംവിധാനമില്ല. സമസ്തക്ക് അതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ട് മാധ്യമത്തിൽ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു, ജമാഅത്ത് ഇസ്ലാമി ഇത് വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരിപ്പോൾ എവിടേക്കാണ് പോകുന്നത്?
ഇതൊക്കെ ഇതിലൊക്കെ വായിക്കേണ്ടതാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് ആ ലേഖനം കിട്ടും, നിങ്ങളത് വായിച്ചു. അപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് സെക്കൻഡ് ഹാൻഡാണ്. അതെങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആയാലേ? അപ്പം ഈ മാതൃഭൂമി പറഞ്ഞ അതേ ഭാഷ തന്നെയല്ലേ ഇവരും പറയണേ. അപ്പം ഈ രൂപത്തിലാണ് ഇന്ന് അവരെത്തി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അവർ ക്ലാസ്സിന് വിളിക്കുമ്പോൾ അവരിതൊന്നല്ല പറയാം, അവർ വേറെ കാര്യങ്ങളാണ് പറയാം. വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ വേറെ പലതാ പറയാം. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഈ രൂപത്തിൽ നമ്മൾ എവിടെ നിൽക്കണം? എന്തുകൊണ്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമി ആകുന്നില്ല? അതിന് മറുപടി നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ ആ പല നിലക്കും വേട്ടയാടാൻ വരും. അത്രയും വേട്ടയാടാൻ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ യൂത്ത് വിങ്ങിന് എത്ര ട്രെയിനിങ് കൊടുത്താലും ഓല ട്രെയിനിങ്ങിന് അവിടെ എന്താവില്ല, എത്തൂല. അപ്പം ഞാൻ എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല, ഞാൻ എന്തുകൊണ്ട് ഇതായി എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ നിൽക്കണം. പിന്നെ സമസ്തൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സമസ്തയുടെ കാര്യങ്ങൾ ഈ നാട്ടിൽ നിങ്ങൾ സൈഹാത്തിലും കത്തീഫിലും വന്ന് താമസിച്ചാൽ അറിയാം എന്തൊക്കെയാണ് ഷിയാക്കൾ ചെയ്യുന്നത്. അത് എന്നൊക്കെ ഇവിടെ ചെയ്യണ്ടോ അതേ ദിവസമൊക്കെ നാട്ടിലും എന്താവുന്നുണ്ട്. കബറെട്ടി ബന്ധിക്കൽ, തവസ്സുൽ, ഇസ്തിഗാസ. നമ്മൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും. സൈഹാത്ത് ആശുപത്രി പോയ ഹസനും ഹുസൈനെയും വിളിക്കും, അലിനെയും വിളിക്കും. അവിടെ മുഹിയുദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, നമ്മളെ തങ്ങന്മാരായ മമ്പറത്ത തങ്ങൾ, അജ്മീർ, നമുക്ക് പ്രാദേശിക പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അവിടുത്തെ നമ്മളെ തങ്ങന്മാരെ വിളിക്കും. പിന്നെ സമസ്ത സത്യത്തിൽ സമസ്തയും കാന്തപുരവുമായിട്ട് 1980കളിൽ പിളരുന്നത് എന്തിനാ പിളരുന്നത്? ഒരു വിഷയത്തിലല്ല. മുസ്ലിം ലീഗുമായിട്ട് യോജിക്കണോ വേണ്ടേ? അതുകൊണ്ടാണ് സമസ്തക്കാരും EK സമസ്തയും അതേപോലെ തന്നെ AP സമസ്തയും ഉണ്ടായത്. AP സമസ്ത ആദ്യം എതിർത്തത് മുസ്ലിം ലീഗിൽ മുജാഹിദുകളുണ്ട്. അതുകൊണ്ട് ആ മുജാഹിദുകളുടെ കൂടെ എന്താകാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. അവരോട് സലാം പറയാൻ പാടില്ല, അവരുമായിട്ട് കെട്ടുബന്ധം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പിരിയുന്നത്. അല്ലാതെ അവർ തമ്മിൽ കബറ് കെട്ടിപ്പൊക്കണേലും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നീർച്ച നടത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? കാന്തപുരം സുന്നികൾ മമ്പറത്തെ തങ്ങളെ വിളിക്കണേ, EK സുന്നികൾ മമ്പറത്തെ തങ്ങളെ വിളിക്കാത്ത പ്രശ്നമുണ്ടോ? അല്ല, എല്ലാവരും വിളിക്കും. അവർക്ക് അങ്ങനെ ആദർശപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ കേരളത്തിൽ ഇതേപോലെ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു വിഭജനം ഉണ്ടായത്. ഞാൻ അപ്പം അതിൻ്റെ ഇതിലല്ല പറയണമെങ്കിലും മറ്റൊരു വിഭജനം ഉണ്ടായത്, മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പോയ മറ്റൊരു വിഭജനം ഉണ്ടായത് ഈ നമ്മളെ CN അഹമ്മദ് മൗലവിയാണ്. അദ്ദേഹമൊക്കെ മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് ആൾക്കാരില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ തട്ടിണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകണ്ട. അദ്ദേഹം ഈ മുഅ്ജിസത്തുകൾ നിഷേധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്ജിസത്ത് ഉണ്ടായിട്ടില്ല. സുലൈമാൻ നബി ഇറുമ്പുകളോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറയും ഇറുമ്പുകളോട് ഇപ്പം എങ്ങനെ സംസാരിക്കുക, അതെങ്ങനെ ആൾക്കാരോട് പറയാം. അതുകൊണ്ട് ഉറുമ്പ് എന്ന് പറഞ്ഞത് ഒരു ഗോത്രത്തിൻ്റെ പേരായിരുന്നു. നംലി എന്ന് പറഞ്ഞൊരു ഗോത്രം ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ചതാണ്. മൂസാ നബി ഇപ്പോൾ അങ്ങോട്ട് വടിയോണ്ട് അടിച്ചപ്പോൾ ചെങ്കടലിൽ രണ്ടായിട്ട് അങ്ങോട്ട് പളർന്നു. എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ആൾക്കാരോട് പറയാം, ഹിന്ദുക്കൾ എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കുക? അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു മൂസാ നബി ഇങ്ങനെ വടി കുത്തിയിട്ട് ചെങ്കടലിൽ ഇങ്ങനെ കുണ്ടു നോക്കിയിട്ട് ഏതാണ് പോയതാണ് എന്നൊക്കെ പറയുന്ന മുഅ്ജിസത്തുകൾ നിഷേധിച്ചു. അതേപോലെ തന്നെ അത് മുജാഹിദിൽ നിന്ന് പോയതാണ്. പിന്നെ പോയതാണ് ചേകന്നൂർ അബുൽ ഹസൻ അലി മൗലവി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നും CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തെ ആരോ വധിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ള വിശ്വാസം, അദ്ദേഹം ഹദീസുകൾ നിഷേധിക്കും. ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്? അബൂ ഹുറൈറ. 6000 ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ് എന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് ആരുടെ വാദം? ഇത് ഇയാൾ എവിടുന്നാ പറയണേ? എടവണ്ണ ജാമിഅ നദവിയയിൽ ഇയാൾ പ്രൊഫസറായിരുന്നു. ശാന്തപുരം ജമാഅത്തെ ഇസ്ലാമിൻ്റെ കോളേജിൽ ഇയാൾ പ്രൊഫസറായിരുന്നു. അവിടുന്ന് ഇത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ പ്രഗത്ഭനായ വാഗ്മിയാണ്. ഇൽമുകൊണ്ട് ഇയാളെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആലിമികളും കുറവായി. പക്ഷെ അയാളുടെ ഇൽമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അള്ളാൻ്റെ ഖുർആനും തിരുസുന്നത്തിനെതിരെയും പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല, അയാളോട് മാറിക്കാൻ പറഞ്ഞു. പിന്നെ 2002 വന്ന ഒരു വിഭജനമാണ് മടവൂർ വിഭാഗം. ഇപ്പം നിങ്ങൾ മടവൂർ വിഭാഗം മുജാഹിദുകൾ എന്നാണ് ഓല അറിയപ്പെടല്. ഓല് പറയില്ല ഞങ്ങൾ മടവൂരല്ല, ഞങ്ങൾ മുജാഹിദാനാണ്. ആയിക്കോട്ടെ. 2002 ഈ വിഭാഗം ഉണ്ടാകാനൊരു കാരണം, അവർ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായ അന്ന് മുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? തൗഹീദ് അല്ലാത്തൊരു അജണ്ട അല്ല. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും ആദ്യവും അന്ത്യവും പറഞ്ഞ വിഷയം എന്താണ്? തൗഹീദ്. അങ്ങനെ 2002 ആയപ്പോൾ കുറേ ചെറുപ്പക്കാർ കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കണം. കുത്തിത്തിരിപ്പ് നേരത്തെ തുടങ്ങും അല്ലേ? ആദ്യം തന്നെ പ്രസവിക്കൂലല്ലോ. അങ്ങനെ 1, 2, 3, 9-ാം മാസമാണ് പ്രസവിക്കുക.
അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ ചെറുതായിട്ടുള്ള പരിപാടികൾ നേരത്തെ തുടങ്ങും. അതേപോലെ അതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിക്കണ് അവർ വാദമായിട്ട് വന്നത് തൗഹീദ്. നമ്മളിപ്പോൾ കുറേ കാലമായി പറയണം, കാരണം 912 തുടങ്ങിയതല്ലേ കേരളത്തിൽ. അതുകൊണ്ട് നമ്മളുണ്ട് തൗഹീദ് പറയുമ്പോഴത്തേനും കല്ലെടുത്തിട്ട് എന്താവും, ആൾക്കാരെന്താകാണ്, എന്താണ്, എറിയൻ അല്ലേ? തൗഹീദ് പറയുമ്പോൾ അങ്ങനെയാണ്, എന്തും പറയാം. തൗഹീദ് പറയുന്നത് എന്തുള്ളൂ, പ്രശ്നമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്തഫ തൻവീർ കരുനാഗപ്പള്ളി പ്രസംഗിക്കുമ്പോൾ അവിടെ ആരൊക്കെ വന്ന് കരുനാഗപ്പള്ളി പ്രസംഗിക്കണ്, നിരീശ്വരവാദി വന്ന് പ്രസംഗിക്കണം, അല്ലല്ലാറുണ്ട് അല്ലേ? അതേപോലെ തന്നെ എന്തെല്ലാം ആരൊക്കെ പറയണേ, കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ ചീത്തരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ ലീഗുകാരനെ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. ഇന്ന് നമ്മൾ എന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ ഒരു സമൂഹം വന്നിട്ട് ഇവിടെ പറ്റൂല, ഇവിടെ പ്രസംഗിക്കാൻ പറ്റൂല. അപ്പോൾ ഇന്ത്യ രാജ്യം പറഞ്ഞപ്പോൾ ഇത് ഇന്ത്യ രാജ്യം അല്ലാന്ന് വെച്ചോളിന്ന്, ഈ പ്രദേശം ഇന്ത്യയിൽ പെട്ടതല്ലാന്ന് വെച്ചോളി. അപ്പോൾ ഈ തൗഹീദ് പറയുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു ഹൈന്ദവനോട് എന്തും പറയാം, പക്ഷെ നീ നിൻ്റെ വിഗ്രഹങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാനെ ആരാധിക്കുക എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് എന്താവുന്നത്, ഒരു പ്രയാസം. അപ്പോൾ മടവൂർ വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗം ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ആ തൗഹീദ് അവർ പറഞ്ഞു, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വേണം തൗഹീദ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളൊക്കെ അവരുടെ മതപ്രബോധനം എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ? അവർ വന്നിട്ട് ആദ്യം യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നല്ല പറയാം, ആദ്യം പേര് ചോദിക്കും, വർത്താനം പറയും, എന്നിട്ട് നമ്മളൊക്കെ പറ്റി അവരുടെ സ്കൂളിൽ ചേർക്കുന്നതിനെ പറ്റിയോ അതല്ലെങ്കിൽ നമ്മളെ സാമ്പത്തിക, പണ്ട് കാലത്തൊക്കെ ഇപ്പം നിങ്ങൾ വണ്ടൂർക്കാരന് കാണാം, വണ്ടൂരിലൊരു കരുണ ഹോസ്പിറ്റലുണ്ട് അല്ലേ, മഞ്ചേരി ഉണ്ട്, ഇതൊക്കെ കരുണ ഹോസ്പിറ്റൽ ക്രിസ്ത്യാനികളാണ്. എൻ്റെ നാട്ടിലുണ്ട് ക്രിസ്ത്യാനി. മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു ഹോസ്പിറ്റൽ അവർ ആദ്യം അവരെ ഹോസ്പിറ്റലാണ് സ്ഥാപിക്കും. അപ്പോൾ കൊരയും വയറുവേദനയും വയറ്റുന്നൊക്കെ ആയിട്ട് ആര് പോവും, ആൾക്കാരവിടെ പോവും. അവിടെ പോകുമ്പോൾ അവർ മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുത്തിട്ട് കാശ് കൊടുക്കുമ്പോൾ പറയും കാശൊന്നും വേണ്ട, ഇവിടെ ഫ്രീ ആണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫ്രീ കിട്ടിയാൽ പിന്നെ എന്തായി, ഓനോട് വലിയ തൃപ്തിയാണ്. നമ്മളെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഒരു അണ്ണന് 20 റുപ്യ കൊടുത്ത് അങ്കുള് ദൈവമാണ് പറയും, അനങ്ങിയാണ് ദൈവമാക്കി 20 റുപ്യക്ക്. ഈ ടൈപ്പാണ് നമ്മളെ മാനസികാവസ്ഥ. അപ്പോൾ നമ്മൾ ആ മരുന്ന് വാങ്ങും. ആ മരുന്ന് വാങ്ങുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ പൈസ ഒന്നും വേണ്ട, ഇത് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിത് എവിടെ നിന്ന് നിങ്ങളിങ്ങനെ ഫ്രീ കൊടുക്കുന്നത്, യേശുവിൻ്റെ കരുണ. അപ്പോൾ ആരാ യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി, മൂപ്പര് ഇവിടുന്ന് ഇപ്പോൾ ഈ സമയത്ത് കരുണ തരുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളൊന്ന് ചിരിച്ചോളും, കേൾക്കാത്തവരുണ്ടാവുമല്ലോ. ഇപ്പോൾ പുതിയ കഥ ഒന്നും ഇറങ്ങണില്ല. ഇപ്പോൾ ഒരു കഥ പറയുമ്പോഴത്തേനും വാട്സപ്പിൽ പോവുകയാണ്, പിന്നെ ഇപ്പോൾ കഥ പറയാനും പറ്റും, എന്നാലും ഒരു കഥ കേട്ടോളൂ. പിന്നെ ഇതേപോലെ കരുണ, വണ്ടൂർ കരുണയിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞ കഥയാണ്. ഇത് മുത്തസിലായ സനതാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഉസ്മാൻ സാഹിബ് ഈ കരുണ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ റിട്ടയറായി പോവുകയാണ്. ഇപ്പോൾ ഈ വണ്ടൂർ കരുണ സ്ഥാപിച്ചല്ലോ, അരിയും മുളകും മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി, ക്രിസ്ത്യൻ ഡോക്ടർ. അപ്പോൾ ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സെൻറ്റ് ഓഫിൽ, ഡോക്ടർമാരുമായിട്ടുള്ള സെൻറ്റ് ഓഫിൽ പറയണം. അപ്പോൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് KNMൻ്റെ പ്രസിഡൻ്റാണ്. ആ മൂപ്പരോടടുത്ത് ഉദ്ധരിച്ചാണ്, കോളേജിൽ വന്നപ്പോൾ ഒരു പ്രസിഡന്റുമാർ. അപ്പോൾ ഡോക്ടർക്ക് സെൻറ്റ് ഓഫാണ്. സെൻറ്റ് ഓഫ് ആയപ്പോൾ ഈ ഡോക്ടർ അനുഭവം പറയണത്, അച്ഛനാണ് ഡോക്ടർ, ക്രിസ്ത്യാനിയാണ്. ഞാൻ ഒരു സ്ത്രീ വന്നിട്ട് ആ സ്ത്രീനോട് ഞാൻ പറഞ്ഞു, ഒരു ഉമ്മ വന്നു, മുസ്ലിം ഉമ്മ വന്നു, ഉമ്മനോട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ തേങ്ങി കരയാറ്. അപ്പോൾ മൂപ്പര് വിചാരിച്ച് ക്രിസ്ത്യാനിറ്റി ഫലിച്ചു ഉമ്മക്ക്. കാരണം എന്താ, ഞാൻ പോണതിൽ എന്തുണ്ട്, വിഷമമുണ്ട്. നമ്മളെ മരുന്നും കുരക്കില്ല മരുന്നും ഒക്കെ എന്തായിട്ടുണ്ട്, ഉമ്മാക്ക് എന്തായിട്ടുണ്ട്, ഫലിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മനോട് ചോദിച്ചു, എന്തിനാ ഉമ്മ അങ്ങനെ കരയണ്? ഒന്നുമല്ല എൻ്റെ മനെ, ഇത്രകാലം ഇവിടെ നിന്നിട്ട് എനിക്ക് മുസ്ലിം ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് കരയാണ്. അപ്പം നമ്മൾ ഉപരി കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എന്തായി, ബാത്തിലായി. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു, ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ പ്രബോധനത്തിൻ്റെ ഒരു രീതിയാണ് എന്ത്, ഇതേപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം, അരി കൊടുക്കുക, മരുന്ന് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക അല്ലേ. ഇപ്പോൾ ഈ ഫാസിസ്റ്റുകളൊക്കെ എത്ര എതിർത്താലും നമ്മൾ എതിർക്കണത്ര ആരും എതിർക്കൂല, ക്രിസ്ത്യൻ. കാരണം ഓനെ പഠിപ്പിച്ചതിൽ, ഓൻ്റെ ഇപ്പോൾ വലിയ പഠിപ്പിച്ച മോള് പഠിക്കണ എവിടേക്കാരം, ക്രിസ്ത്യൻ കോൺവെൻറ്റിലായിരിക്കും അല്ലേ, ഫാസിസ്റ്റുകളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും. അല്ലെങ്കിൽ അവിടുത്തെ ഒരു മദർ ഉണ്ടാവും, ആ കുട്ടിനെ സ്നേഹിച്ച ഏതെങ്കിലും മന്ത്രിൻ്റെ കുട്ടിനെ സ്നേഹിച്ച, അല്ലെങ്കിൽ മന്ത്രിനെ തന്നെ സ്നേഹിച്ച മദറുകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ മദറിൻ്റെ മതത്തെ നമ്മളെങ്ങനെ എതിർക്കൽ? അത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ സ്നേഹം എപ്പോഴും സ്നേഹമാണ്, ഉള്ളിൽ കൂടെ കുത്തിത്തിരിപ്പും പുറത്തേക്ക് സ്നേഹം. ഇങ്ങനെ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലാണ് ക്രിസ്ത്യാനിറ്റി നടക്കുന്നത്. അപ്പം നമ്മളെ ആളുകൾക്കൊരു ചിന്ത, എന്നാൽ നമ്മൾക്കും അങ്ങനെ പോരെ,
ഇത് ചെല്ലുമ്പോഴത്തേനും അടി, മൈക്കില്ല, നമ്മളും ഇല്ല. മറ്റു മൈത്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ സലീബിൻ്റെ ഒക്കെ നാട്ടിൽ. മൈത്രയിലേക്ക് KK മുഹമ്മദ് സുലമി, അള്ളാഹു റഹമു, മൂസ സുലമി, ഇവരൊക്കെ പാടെ വയലിന് പോയി. അപ്പോൾ പോണ ആൾ തന്നെയാണ് മൈക്കും പിടിക്കണം. AP അബ്ദുൽ ഖാദർ മൗലവിനെ പറ്റി ഒരു കഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കഥ അല്ല, നടന്നതാണ്. AP അബ്ദുൽ ഖാദർ മൗലവി ഉമർമൂലിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് വയലിന് പോവാൻ. അങ്ങനെ ഒരു പുഴ കിടക്കണം, ആരും ഇല്ല. മൂപ്പര് ബസ് ഇറങ്ങി, മൂപ്പര് ഒറ്റയ്ക്ക് നടന്ന്, നമ്മളെ മരിച്ച AP അബ്ദുൽ ഖാദർ, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ വണ്ടിയിൽ തോണിയിലുണ്ട് ഒരാൾ, മൂപ്പരടുത്തൊരു മൈക്ക്. അന്നിപ്പോൾ മൈക്ക് അങ്ങനെ ഇതൊന്നുമല്ലല്ലോ, അങ്ങനെ കോളാമ്പി പോലത്തെ ഒരു മൈക്കും ഒരു ബാറ്ററിയൊക്കെ പാടായിട്ട് ഒരാളുണ്ട്. അപ്പോൾ AP ചോദിച്ചു, നിങ്ങളെ എവിടേക്ക് ചോദിച്ചു. അല്ല, ഇന്ന് ഇവിടെ ഒരു വഹാബിൻ്റെ വയലുണ്ട്, അതിനുള്ള മൈക്ക് കൊണ്ടുകയാണ്, ഇതിൻ്റെ ഒരു തുമ്പുങ്ങളും പിടിച്ചോളി. അപ്പോൾ പ്രസംഗിക്കണ ആളാരാ? ഈ AP. എന്നിട്ട് ഈ പാവയും മൂപ്പരടുത്ത് കാളം, മറ്റാളെടുത്ത് ആംപ്ലിഫയറും ബാറ്ററി ആയിട്ടാണ് വയലെന്ന് പറഞ്ഞിട്ട് പോരുന്നുണ്ട്. അന്നൊക്കെ മുജാഹിദീങ്ങൾ അത്രേ ഉള്ളൂ. എന്നാണ് ഇപ്പോൾ മുജാഹിദീങ്ങൾക്ക് ഇതേപോലത്തെ ഹാളും സൗകര്യവും TV ഒക്കെ വന്ന്. അന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാടാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ മൈത്രയിലേക്ക് ഇതേപോലെ പോവുകയാണ്. മൈത്രയിലേക്ക് പോകുമ്പോൾ KK മുഹമ്മദ് സുല്ലമിൻ്റെ അടുത്താണ്, ഉമർ മൗലവി സുല്ലമിൻ്റെ അടുത്താണ് ബാറ്ററി ഉള്ളത്, ആംപ്ലിഫയർ ഉള്ളത്. മൈത്രയൊക്കെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പ് എൻ്റെ പേര് മൈത്ര തന്നെ കുറച്ച് ഉയർന്ന ഭാഗത്ത് നിന്നിട്ട് പുഴ കടന്നിട്ട് വേണം പോകാൻ. ഇവരാണ്ട് കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. എന്നാൽ നമ്മളവിടെ പ്രസംഗിക്കുന്നുമായി. അങ്ങനെ ഓല് ഈ രൂപത്തിൽ നമ്മളെ ബാറ്ററിയൊക്കെ പാടത്തിട്ട് വെള്ളത്തിട്ട് ബാറ്ററി കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ആരും ഒരു പ്ലഗും കൂടി കുത്താൻ സമ്മതിക്കില്ല. കാരണം വഹാബിക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? കറണ്ട് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദിൽ അടിയുറച്ചു. കാരണം ഈ തൗഹീദ് പറയുന്നതുകൊണ്ടാണ്. നമുക്കുള്ള അത്ര ഉപദ്രവം വേറെ ആർക്കും ഇല്ല. അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അനുഭവം വേണമെങ്കിൽ വീട്ടിലൊന്ന് പോയി പറഞ്ഞു നോക്കാം. നമ്മളെന്തോ മുസ്ലിം ഹിന്ദു ആയ പോലെയൊക്കെ അമ്മയൊക്കെ പറയും, എൻ്റെ കുട്ടിയെ ഇങ്ങനെ കേടുവന്ന് പോയല്ലോ, ഉമ്മാൻ്റെ കുട്ടി നാടൻ ഗൾഫിൽ പോകുമ്പോൾ എത്ര നല്ല മുത്തായിരുന്നു, നമ്മളമ്മയെ കാര്യമാണ്. നമ്മ ചെയ്യണതിന് വല്ല തെളിവുണ്ടോ? ഇമ്മ ഇരുന്നിട്ട് നാരിയ സലാത്ത് നേടും, അമ്മ നബി ഓദിക്കണോ? അതൊന്നും ഇപ്പം നോക്കണ്ട. എന്നമ്മ ഞാൻ റസൂലുള്ള ഓതി അല്ലാഹുമ്മ സല്ലി അലാ എന്നുള്ള സലാത്താണ് ഞാൻ ചെല്ലണമ്മ എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് ബോധ്യപ്പെടില്ല. അത് നമ്മളെന്തോ മുശ്രിക്കായ പോലെ. അപ്പോൾ ഈ രൂപത്തിലാണ് മുസ്ലിം സമൂഹം തൗഹീദ് പറയുന്നവരെ കാണുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ കുറേ പ്രയാസം സഹിച്ചപ്പോൾ മടവൂർ വിഭാഗം പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യാനികളുടെ ഒരു രീതിയിലേക്ക് പോകാം. അരി, എണ്ണയും വെളിച്ചെണ്ണയും പയറും അതേപോലെ തന്നെ ചേനയും കുമ്പളങ്ങിയും മരുന്നും ഒക്കെ പാട് കൊടുത്തിട്ട് എന്താവാം, ഒരു പ്രദേശത്ത് പോയിട്ട് നമുക്ക് ആളുകളെന്താവാം. അതുകൊണ്ട് ഏറിന് കുറച്ച് കുറവുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് സാധുക്കൾ. പക്ഷെ ആൾക്കാരുണ്ട് അറിയാതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മാക്ക് മരുന്ന് കൊടുത്ത പോലെ എൻ്റെ കുട്ടി എച്ച് മുസ്ലിമായില്ലല്ലോ എന്ന് പറഞ്ഞാൽ മരുന്ന് ഇതൊക്കെ പോയ ആ രൂപമാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു, അങ്ങനെ പ്രവാചകന്മാരുടെ പ്രബോധനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇങ്ങോട്ട് വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഇപ്പം നിർത്തിട്ടു കുറച്ചും കൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അവിടെ കുറേ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ട്, മക്കത്തുണ്ട് അല്ലേ. പെണ്ണുങ്ങൾ പറഞ്ഞ പീഡിപ്പിക്കലാണ് അവിടുത്തെ മക്കാരെ പണി. അതേപോലെ തന്നെ അടിമകൾക്ക് ശമ്പളമില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നബിക്ക് വന്നിട്ട് അടിമകളെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് നിങ്ങളെ അബൂജഹലും അബൂലഹബൊക്കെ നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആര് പിന്നിലുണ്ടാവും? ചുരുങ്ങിയത് ആരുണ്ടാവും? അടിമകളുണ്ടാവും. അല്ലെങ്കിൽ നബി പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങൾ നിങ്ങൾ കഷ്ടപ്പെടുന്നു കണ്ടില്ലേ, 10ഉം 12ഉം ആണുങ്ങളാണ് നിങ്ങൾ ഓരോ ദിവസം വന്ന് ഉപയോഗിക്കുന്നത്, നിങ്ങളിങ്ങനെ പീഡിപ്പിക്കപ്പെടല്ലേ, നിങ്ങൾ എൻ്റെ പിന്നാലെ നിൽക്കി, നിങ്ങൾക്ക് ഞാനൊരു മോചനം തരാമെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ആരുണ്ടാവും? പെണ്ണുങ്ങളുണ്ടാവും. പാവപ്പെട്ടവരുണ്ട്, തൊഴിലാളികളുണ്ട്, കൃഷിപ്പണിക്കാരുണ്ട്, മക്കത്ത് വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന കണ്ണീര് ഒലിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ റസൂലുള്ളാഹി അതിനൊന്നും പോയില്ല. നബി എവിടെ കയറിയെന്ന്? സഫാക്കുന്നിൽ കയറിയെന്ന്. എന്നിട്ട് ഈ അടിമയും ഈ ഉടമയും ഈ വേദനിക്കുന്നവനും ഈ കഷ്ടപ്പെടുന്നവനും ഈ പെണ്ണും ആ അടിമയൊക്കെ ആരാധിക്കണ ആരാണ്? ലാത്തനെ അല്ലേ, ഉസ്സനെ. അതിനാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ലാത്തനെ ഉസ്സനെ ഒഴിവാക്കിയിട്ട് എന്താവണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നാണ്. പേര് ഒന്നിച്ചെന്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി. അപ്പം തൗഹീദ് എന്ന് പറഞ്ഞാൽ വളച്ചു കെട്ടില്ലാതെ നേരെ പറയണം. അത് ഇബ്രാഹിം നബി പറഞ്ഞു, നൂഹ് നബി പറഞ്ഞു, പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു. അതേപോലെ തന്നെ ചില ഹദീസുകൾ ഇവർ നിഷേധിക്കും. ഇവർ പൂർണ്ണമായ ഹദീസ് നിഷേധികളല്ല, പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കാൻ സമയമല്ല, ചില ഹദീസുകളൊക്കെ നിഷേധിക്കും. അങ്ങനെ കേരള ജമിയത്തുൽ ഉലമ 2002 ഇരുന്ന് 21 തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അവർ അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു.
അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആധുനിക കാലഘട്ടത്തിലെ ഒരു വിഭജനം എന്ന് പറയുന്നത്. പഴയ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ഉണ്ടായിക്കണേ, ഞാൻ പറഞ്ഞ പോലെ ഒരു വിഭജനം തന്നെ. പിന്നെ ഇപ്പം നിങ്ങൾക്കറിയുന്നൊരു വിഭജനമാണ്. ഈ രണ്ട് വിഭജനത്തിന് ഞാനൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഇവിടെ ഗൾഫിൽ ഇപ്പോൾ 10 കൊല്ലമായിട്ടില്ലുള്ളൂ. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർക്കും നാട്ടുകാർക്കും ഒക്കെ അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം, എന്തിനാണ് ഈ വിഭജിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടാണോ? അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇത് സത്യത്തിൽ അവരും നമ്മളും ആരും പറയണില്ല. ഇതൊരു പൊതുവെ ജനങ്ങൾ മതസംഘടനയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറയും കായ്ക്ക് വേണ്ടിയിട്ടാണ്, അധികാരത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഒറ്റയടിക്ക് അതാ പറയാം. ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്നും അറിയണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ പറയും അവരൊക്കെ അങ്ങനെയാണ്, അവരൊക്കെ 50 കൊണ്ടിട്ടിരിക്കുന്നത്, നമ്മളോലെ കണ്ടിട്ട് തന്നെയല്ല 30 കൊല്ലമായി. ഒരു ഗവർണർ ഇതുവരെ പോകണേ നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും നമുക്കാണ് ഓലക്കാറ്റി പറയും, നമുക്ക് ഓലെപ്പറ്റി പറയാറിയും. നുണങ്ങനെ പറഞ്ഞുണ്ടാക്കുക. ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞാൽ ഓൻ കട്ടിട്ടൊന്നുമില്ല, കള്ളനാണ്, ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവമാണ്. അതേപോലെ തന്നെ മതസംഘടനകൾ പിളർപ്പ് വരുമ്പോൾ ഉടനെ പറയും അത് മൗലവിമാർക്ക് പൈസ കൂടിയിട്ടാണ്, ഈ മൗലവി ആ മൗലവിനെ അംഗീകരിക്കായിട്ടാണ്, അധികാരത്തിന് വേണ്ടിയിട്ടാണ്, സമ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ 2 പിളർപ്പിലും സമ്പത്ത് ഇത്രയും കോടി ഉറുപ്പ്യ എന്നെ മൗലവി കട്ടു, അല്ലെങ്കിൽ ഇത്ര ലക്ഷം എന്നെ മൗലവി കട്ടു എന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അപ്പുറത്ത് കൊണ്ടവനും പറഞ്ഞിട്ടില്ല, അപ്പുറത്ത് കൊണ്ടവനും പറഞ്ഞിട്ടില്ല. എന്നാ സമസ്തൻ്റെ പിളർപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിഷയത്തിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചും അപ്പുറത്തുള്ള ഇപ്പോൾ ഈ പറയുന്ന ജിന്ന് വിഭാഗമായാലും മടവൂര് വിഭാഗം കേന്ദ്രം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പം അത് സാമ്പത്തിക പ്രശ്നമല്ല. അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് ഇരുന്നിട്ട് കൗലായ്മയിൽ കസാലയും കയറ്റിയിരുന്നിട്ട് മൂല്യന്മാർക്ക് പൈസക്കാണ് ആ വർത്തമാനം പറയരുത്. മൂല്യന്മാർക്ക് പൈസക്കല്ല. പിന്നെ അധികാരമാണോ? അധികാരം കിട്ടിയിട്ട് ഇപ്പം എന്തിട്ടാനാ? ഇതിപ്പോൾ ജില്ലാ കൗൺസിലേക്ക് മത്സരിക്കൊന്നുമല്ലല്ലോ. ഒരു കാറില്ല, എപ്പോഴും ബസ് കയറിയിട്ട് പോയി ബസ്സിൽ ഇറങ്ങണം, ബസ്സിൽ നിന്ന് കയറണം, അങ്ങനെ തന്നെ. അപ്പോൾ അധികാരമല്ല. പിന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അധികാരത്തിനാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കേരള നേതൃത്വ മുജാഹിദീൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ, ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ എത്ര ആൾക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഈ സദസ്സ് കണ്ടിട്ട് കുറച്ച് ആൾക്കാർക്കേ കഴിയുള്ളൂ. ഇപ്പോൾ ഈ മൗലവി വരുന്നതിന് മുമ്പ് കഴിഞ്ഞ മൗലവി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതിനോട് ഞാൻ പറയരുത്. കാരണം നേതൃത്വ മുജാഹിദിൻ്റെ പണ്ഡിതന്മാരെപ്പോഴും ടി വിൻ്റെ മുമ്പിലും, മറിച്ച് കാന്തപുരം ആരാന്ന് ചോദിച്ചാൽ കേരളത്തിലെ രാമകൃഷ്ണനും കൃഷ്ണനും ഗോപാലകൃഷ്ണനും ജോസഫിനൊക്കെ അറിയാം. കാരണം മൂപ്പർ എന്നും ടി വിൻ്റെ മുമ്പിലാണ്, ഓരോ വിഷയം പറഞ്ഞ് ഓരോ ഇഷ്യൂകൾ ഉണ്ടാക്കി ടി വിൻ്റെ മുമ്പിലാണ്, പത്രങ്ങളുടെ മുമ്പിലാണ്. നേതൃത്വ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആൾബലവും ജനബലവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിലും ആളാകാൻ വേണ്ടിയിട്ട് ഇഷ്യൂകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ജനങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അറിയാറില്ല. അപ്പോൾ അപ്പോൾ അധികാരത്തിനല്ല, അലങ്കാരത്തിനല്ല. അപ്പോൾ ഈ പിളർപ്പിലൊന്നും പറഞ്ഞു. അപ്പോൾ മദൂർ വിഭാഗമായിട്ട് ഈ പിളർപ്പാണെങ്കിൽ ഇനി ഞാൻ ചില ക്ലിപ്പുകൾ ഇടും. അത് നിങ്ങൾ വായിക്കുക. ഓരോന്നും കണ്ടിട്ട് അതിന് എന്താ പറയണതെന്ന് ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം. അത് വായിക്കാൻ കഴിയാം? ഞാൻ വായിക്കാം. ഞാൻ സംശയമില്ലാതെ വന്ന് പിന്നെ വായിച്ചോണ്ട് കേട്ടോ. ഇപ്പം വിശ്വസിച്ചോളൂ, എല്ലാവരും രക്ഷയില്ല. രാത്രിയുടെ ഇരുളിൽ ഇവിടെ ജിന്ന് വിഭാഗത്തിൻ്റെ ആളുകൾ ഇപ്പോഴും നടന്ന് വസുവാസം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ വെറുതെ പോയതാണ്, ഞങ്ങളെ വെറുതെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അധികാരത്തിനാണോ പൈസക്കാണോ? ഇതൊരു വാദമാണോ? നിങ്ങളിപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ ആളുകളുണ്ടാവും. നിങ്ങളിതൊന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രസൻറ്റ് വിജ്ഞാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് വിജ്ഞാനം ഇനി ഉണ്ടാവും. പ്രസൻറ്റ് വിജ്ഞാനമായിട്ട് ഈ വരികൾ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ തന്നെ സ്ത്രീകളും ശ്രദ്ധിക്കണം. ഞാൻ വായിക്കണം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. എന്താ ഇപ്പോൾ പറഞ്ഞത്? രാത്രിയിൽ ഒരാൾ തപ്പിത്തടഞ്ഞ് നീങ്ങുകയാണ്, ആൾ എന്ത് കേൾക്കുന്നുണ്ട്? ഒച്ച കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. നിങ്ങൾ ചുരുക്കത്തിൽ എന്തോന്ന് മനസ്സിലായതെന്ന് പറഞ്ഞേ? ഒന്ന് എല്ലാവരും പറഞ്ഞോ.
ഒരാളോട് ചോദിച്ചാലേ ഇപ്പോൾ പ്രശ്നമുള്ളൂ. അല്ല ഇത് ഒന്നുകൂടി വായിക്കണ അല്ല അതല്ല, എപ്പോഴത്? രാത്രിൻ്റെ ഇരുളിൽ എന്താണ്? അയാൾ എന്താണ്? തപ്പി തടഞ്ഞ് നീങ്ങണം, ടോർച്ചൊന്നുമില്ല. അങ്ങനെ അയാൾ എന്ത് കേട്ടു? ഇത് കഥയല്ല, സംഭവം കേട്ടു, ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ അയാൾ വിചാരിച്ചു എന്ത്? ജിന്നായിരിക്കാന്ന് മൂപ്പരാണ്ട് വിചാരിക്കുകയാണ്. ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ മൂപ്പര് വിചാരിച്ചു. അങ്ങനെ ഒരാൾ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അതെന്തല്ല? ശിർക്കല്ല. അപ്പോൾ രാത്രിൻ്റെ ഇരുളിൽ നമ്മളപ്പോൾ ആരുമില്ല, നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്താണ്, അല്ലേ? ഒരൊച്ച കേട്ടു. മനുഷ്യനാണെങ്കിൽ എടാ പോക്കറ വാന്ന് പറഞ്ഞാൽ പോരെ. ഇത് ജിന്നായിരിക്കാന്ന് വിളിച്ചിട്ടാണ് മൂപ്പര് വിളിക്കണേ. അത് ശിർക്കല്ല. നിങ്ങൾ കേട്ടോളൂ, ശരിയാണോ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇനി അടുത്ത് പൊന്തിക്ക്. പകൽ മോൾക്ക് അടിക്ക്, കുറച്ചും കൂടി അടിക്ക്. ഇത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. എപ്പോഴാണിത്? മറ്റേ രാത്രിയായിരുന്നു. നേരം വെളുത്തപ്പോൾ മൂപ്പർക്ക് വഴിയിട്ടിട്ടില്ല. അപ്പം മൂപ്പര് പകൽ വെളിച്ചത്തിൽ നടക്കുകയാണ്. മരുഭൂമി എന്താണ്? വിജനമാണ്. വിജനം എന്ന് പറഞ്ഞാൽ എന്താ? ആരുമില്ലാത്ത, നമ്മളറിയാതെ റോട്ടിലേക്ക് പോകുമ്പോൾ ഡെസേർട്ട് ആക്സസ് എന്നാണല്ലേ, അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ മരുഭൂമിയുടെ അറിയാൻ നടന്നിരിക്കുന്ന ഒരാൾ പരിസരത്ത് ആരെയും എന്താവുന്നില്ല, കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ആരൊക്കെ? മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം തേട്ടം അതിലില്ല. പിന്നെ ഇടവണ്ണ സുല്ലമി എന്നൊക്കെ പറയും. അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇതാണ് വാദം. ഇപ്പം എന്താ വാദം? പകൽ വെളിച്ചത്തിൽ വിജനമായ സമഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ, രാത്രിയിൽ ഇരുളിൽ നമ്മൾ വഴി അറിയാതെ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ എന്ത് കണ്ടില്ല? വെളിച്ചം കണ്ടില്ല. അതല്ലെങ്കിൽ മരുഭൂമിയിൽ നമുക്ക് വഴി കാണിച്ചു തരാൻ ഒരാളെ കണ്ടില്ല എങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായേക്കാവുന്ന ഒരു ജിന്നിനെ വിളിച്ചാൽ അതെന്തല്ല? ശിർക്കല്ല എന്ന് ഞാൻ പറയണ്ട. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായവർ എത്ര ആളുണ്ട്? ഒന്ന് കയ്യൊന്നിച്ച്. എനിക്ക് വേണ്ടിയിട്ടൊന്നും കൊടുക്കണം. നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായണം. മലയാളമല്ലേ? ഇപ്പോൾ മുഹ്യദ്ദീൻ ഷേഖിൻ്റെ മുഹ്യദ്ദീന്മാല ഓതുമ്പോൾ എല്ലാ നീലെത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചെയ്യും ഞാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയണോ? പിന്നെ വേണോ? അത് മലയാളത്തിലാണ്. വല്ല നിലത്തുനിന്ന് എന്നെ വിളിച്ചാൽ ഓനെ വിളിക്കണതിന് മുമ്പ് ഞാൻ എന്താവും? ഉത്തരം നൽകും. അതാരാ ചെയ്യണ്ടേ? അല്ലേ ചെയ്യണ്ടേ? ആ പണി ഇപ്പം ആരാ ചെയ്യണേ? മുഹ്യദ്ദീൻ ഷേഖ് ചെയ്യും, റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ചെയ്യൂല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. മലയാളമാണ്. അത് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് മലയാളമാണ്. അപ്പോൾ പകൽ വെളിച്ചത്തിൽ, അതേപോലെ തന്നെ മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ ഇതേപോലെ അവിടെ ഉണ്ടാക്കാവുന്ന ഒരു ജിന്നിനോട് വിളിച്ച് സഹായം ചോദിച്ചാൽ എന്തല്ല? ഇനി പോട്ടെ, നിങ്ങളെന്താ മനസ്സിലാക്കി? ഇത് പോട്ടെ, ഇത് ശരിയോ തെറ്റോ എന്നല്ലോ പോട്ടെ. ഞാൻ പറഞ്ഞില്ലല്ലോ, ശരിയൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കാനമിൻ്റെ ആൾക്കാർ അറിയില്ലേ, കുറച്ച് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു മുസ്ലിം ഇതേപോലെ ഒരു അവസ്ഥയിൽ ആരെയും വിളിക്കില്ലേ? അള്ളാനെ വിളിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ മുഹ്യദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ നമ്മളെന്ത് പറയും? ശിർക്കാണ്. ആളിങ്ങനെ വിളിക്കണവരുണ്ട്, വെച്ച് വെക്കുമ്പോൾ പൊട്ട് കുത്തുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഒരാൾ ഇനിയിപ്പോൾ ഇത് പോട്ടെ, മുഹ്യദ്ദീൻ ഷേഖിനെ ഒരാൾ വിളിച്ചു, വഴി കാണാതെ അങ്ങനെ മരുഭൂമി കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ. ശിർക്കല്ലേ? അതിനാണ് നമ്മൾ സുന്നികളായിട്ട് തെറ്റിയിട്ട് വേറെ സംഘടന ഉണ്ടാക്കി, സെൻറ്ററൊക്കെ ഉണ്ടാക്കി ഇവിടെ കാർപ്പറ്റൊക്കെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇപ്പം എന്തിനപ്പോൾ ഇവിടെ വേറെ സെൻറ്റർ സുന്നികൾ പിന്നല്ലേ പോയപ്പോരെ? അപ്പോൾ അവർ മരിച്ചവരാണ്. അവർ നമ്മളെ തൊട്ടെന്താണ്? അദൃശ്യരാണ്. ക്രിസ്ത്യാനികളോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഈസാ നബിനെ വിളിക്കല്ലേ? അപ്പോൾ ക്രിസ്ത്യാനിൻ്റെ വിശ്വാസം അനുസരിച്ച് ഈസാ നബി മരിച്ചിരിക്കണേ. നമ്മളെ വിശ്വാസം അനുസരിച്ചോ? മരിച്ചിട്ടില്ല, ആകാശലോകത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ആ ജീവനുള്ള ആകാശലോകത്ത് അള്ളാൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബിനെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? നമ്മളെ തൊട്ടെന്താണ്? അദൃശ്യമാണ്. നമ്മളെ തൊട്ട് അഭൗതികമാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാണുന്നത്, കണ്ണ്, മൂക്ക്, സ്വാദ് എന്നൊക്കെ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്ത് പറയാ? ഭൗതികം. അഭൗതികം എന്ന് പറഞ്ഞാലോ? ഇപ്പോൾ ജിന്നുണ്ട്. ജിന്ന് സുബൈക്ക്
എഴുന്നേൽക്കാതെ കടന്നുറങ്ങുന്നവൻ്റെ ചുവട്ടിൽ വന്നിട്ട് എന്താവും? മൂത്രമൊഴിക്കും. സഹിയായ ഹദീസാണ് അല്ലേ? രാവിലെ നീച്ചിട്ട് ആദ്യം നമ്മൾ ചവിടുകയല്ല. സുബൈക്ക് നീക്കാത്തവർ സുബൈക്ക് നീക്കാത്ത പോയിട്ട് എന്തെങ്കിലേ ആദ്യം ഒരു ബേജാറുണ്ടാവും, നിസ്കരിക്കാൻ നീച്ചിട്ടല്ലോ എന്നുള്ളത്. എന്നിട്ട് പോയിട്ട് നബി പറഞ്ഞ പോലെ കൈ കഴുകി ഒതുണ്ടാക്കി കുളിച്ചിട്ട് എന്താവും? നിസ്കരിക്കും. അല്ലാതെ ആദ്യം ഇവിടെ വന്ന് കേൾക്കല്ല ജിന്ന് മൂത്രം വെച്ചിട്ടുണ്ടാവും. കാരണം അത് അഭൗതികമായിട്ടുള്ള ജിന്നുകളെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ച് അവരെന്താണ് അപ്പം ഈ ഒരു വാദം ഇനി ഒരാൾ ഇത് ഒരാൾ എഴുതിയത്, ആൾക്കാരുടെ പേര് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പോലെ അറിയില്ല. ഇതൊരാൾ എഴുതിയതാണ്, ഇത് എഴുതാത്ത സാധനമൊന്നുമല്ല, അതെല്ലാവരും ഉണ്ട്, അതവർ പറയുന്നത്. സംഗതി പോവാണെങ്കിൽ അതിന് പിന്നിലുള്ള ഭയങ്കര വാദം. ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടു എന്നൊന്ന് സഹായിക്കേ എന്ന് ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ലാന്ന് എല്ലാരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാൻ പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിൽ മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമെന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണമെന്നില്ല വിളിച്ച് സഹായം ചോദിക്കുമ്പോ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് ജിന്നുകളുടെ, മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ള നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ വാദി. അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് മുഖബിൽ വാദി, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് നമ്മൾ മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനും ജിന്നുകൾക്കുമുള്ള നബിയാകുന്നതും യഥാർത്ഥത്തിൽ അവർ അഭൗതികരല്ല എന്നതിനുള്ള പ്രധാനപ്പെട്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? കുറ്റിക്കാട്ടിൽ ഒരാളുണ്ടാവുമ്പോൾ അവിടെ പരിസരത്തുള്ള ആരെ വിളിക്കാം? ജിന്നിനെ വിളിച്ചാൽ എന്തല്ല? ഷിർക്കല്ല. പിന്നെ തർക്കം എന്താണ്? അനുവദനീയമാണോ അല്ലേ എന്നുള്ളതാണ്. ഇനി ഒരു ക്ലിപ്പും കൂടെ സക്കരിയ സലാഹിനെ, ഈ വാദം പറയുന്ന ആളുകളുടെ വാദം നമ്മളെ തൊള്ളയെന്ന് പറയാതെ അവരെ തൊള്ളയെന്ന് തന്നെ കേൾക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിട്ടതിൻ്റെ ലക്ഷ്യം. മൂന്നാമത്തെ ില്ലെങ്കിൽ ജിന്നായ എന്ന സമൂഹത്തിലും ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിവെക്കുന്ന വിജ്ഞാന തൽപരത ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണത അവഗണിക്കുന്നല്ലേ കൂടുതൽ ഉത്തമമായത്. നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും, കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും. പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള
ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഒരു ഉദാഹരണം വരെ, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക, അത് ജിന്ന് സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞേക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ ഗൾപ്പിൽ പോണു, ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ചെറുക്ക അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞത്. അത് ചെറുക്കാന്ന് ആരെങ്കിലും പറയോ? ഇത്ര ഉണ്ടോ ഇതില്? സങ്കല്പമാണല്ലോ, പൊതു സങ്കല്പല്ലേ. അപ്പൊ അതാണ് അവിടെ അത് ശിർക്കാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം വരും. അപ്പൊ പിന്നെ യാ ഇബാദത്തും ശിർക്കാണ്ടേ? അപ്പൊ അതും അദ്ദേഹം പറഞ്ഞു, ഒരാള് മീൻ പിടിക്കാൻ പോയി, ജിന്നു സുഹൃത്തും നമ്മളും പാടെ സുഹൃത്തുണ്ടോ അല്ലേ എന്ന് നമുക്കറിയില്ല. മീൻ പിടിക്കാൻ പോയി, അങ്ങനെ ഒരാൾ വെള്ളത്തിൽ പെട്ടു. വെള്ളത്തിൽ പെട്ട എന്ത് പറഞ്ഞു? പിടിക്കടാ ജിന്ന് എന്ന് പറഞ്ഞാൽ എന്തല്ല, മൂപ്പര് വെള്ളത്തിൽ പെടാത്തോണ്ടോ പറയണത്. ഞാൻ കുറേ വെള്ളത്തിൽ പെട്ട ഇടങ്ങറ അറിയോ? മേപ്പെട്ട് താഴേക്കണ്ട് പോവും, പിന്നെ മേപ്പെട്ട് കൊണ്ട് വരും. ശ്വാസം വിടാനാണ് വരുന്നത്. പിന്നെ പോയാൽ താഴേക്ക് എന്താവില്ല, വരൂല. പിന്നെ ഒന്നിച്ചാ പൊന്തുക. അപ്പോൾ വെള്ളത്തിൽ പെടുമ്പോൾ പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയാണോ അതോ എൻജോയ് ചെയ്യണ അവസ്ഥയാണോ? അങ്ങനെ വരുമ്പോൾ ശിർക്ക് വരില്ല എന്ന് മൂപ്പര് പറയണത്. ഏതായാലും ഇനി വരട്ടെ അടുത്ത്. അപ്പോൾ ഇവർക്ക് വാദല്ല എന്ന് മേലിൽ പറയരുത്. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സഹോദരന്മാരെ ക്ലിപ്പുകൾ കൊണ്ടുപോയിട്ട് കേട്ടോളി, ഒറ്റയ്ക്കിരുന്ന് കേട്ടോളി, വീണ്ടും കേട്ടോളി. ഇത് വാദല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഈ ഹദീസിൽ തെളിവുണ്ട്. അലാ ജവാസിൽ ഇസ്തിആനതി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹുൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്. മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വസാലിഹിൽ ജിന്നി, സ്വാലികളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅ്സുൻ, അതിൽ എന്തില്ല, യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബി ബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നുകളോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോ ഈ 4 1 2 3 4 5 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചു, നിങ്ങൾ കേട്ടു. ഒന്നെന്തായിരുന്നു? മരുഭൂമിയിൽ അല്ലേ, ആ ബോർഡിലേക്ക് നോക്കി, മരുഭൂമിയിൽ വഴി അറിയാൻ നീങ്ങി. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്തായിരുന്നു? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴി അറിയുമ്പോൾ. മൂന്നാമത്തെ സാലിമാക്കാരന് കുറ്റിക്കാട്ടിൽ ആരും കാണാത്തപ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന ഒരു പ്രസൻറ്റുള്ള ഒരു ജിന്നിനെ വിളിച്ചു. സക്കരിയ മൗലവി പറഞ്ഞത് പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരുത്തൻ തന്നെ വീണു, അപ്പോൾ ജിന്നിനോട് പറഞ്ഞിടാ ഒന്ന് പിടിക്കടായിരുന്നു. ഇനി അഞ്ചാമത്തെ ആൾ പറഞ്ഞ എന്തോൻ്റെ പേര്, സിറാജ് ബാലുശ്ശേരി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് മനുഷ്യൻ കാണാത്ത ജിന്ന് മലക്കുകളോട് ചോദിക്കാം, അതിലെന്തില്ല കുഴപ്പമില്ല എന്ന് അവൻ പറഞ്ഞു. ശിർക്കില്ല എന്ന് മാത്രമല്ല, കുഴപ്പം ഇല്ല. പിന്നെ അത് മനുഷ്യനോട് ചോദിക്കണ പോലെ തന്നെയാണ് അല്ലേ. നമ്മൾ അവരെ കാണുന്നില്ല എങ്കിൽ അവർ നമ്മളെന്താകുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ നിങ്ങളെ ശുദ്ധമായ മനസ്സിൽ ഇട്ടിട്ട് ഈ ഒരു വിശ്വാസ ഇസ്ലാമിന് ഇതേപോലെ മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ, മരുഭൂമിയിൽ വഴിയറിയാതെ നീങ്ങുമ്പോൾ, പുഴയിലേക്ക് വീഴുമ്പോൾ, കുറ്റിക്കാട്ടിൽ നമ്മൾ ആരും കാണാതെ പ്രയാസപ്പെടുമ്പോൾ ഇതിനെ ആരെയെന്ന് വിളിക്കേണ്ടതെന്നാണ് നമ്മൾ തൗഹീദിൽ പറയുന്നത്. ഞാനും ബാലകൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിലപ്പോൾ എന്നെക്കാട്ടും ഇടപാടിലെ ആൾ ക്ലിയർ ആയിരിക്കും, എന്നെക്കാട്ടും ചന്ത ഉണ്ടാവും. ബാലകൃഷ്ണൻ ശിർക്ക് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നില്ല. അയാൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ വിഷ്ണു എന്നെ കാക്കണേന്ന് പറയണു. വിഷ്ണു അയാളെ കാണുന്നുണ്ടോ? അദൃശ്യമായൊരു ശക്തിനോട് അയാളെ സഹായം തേടുന്നത് അല്ലേ. അപ്പം അവരും നമ്മളും ഹിന്ദുക്കളും അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യാനികളും ഒക്കെ നമ്മളും തമ്മിലുള്ള വ്യത്യാസം സാമ്പത്തിക ഇടപാടിലോ ചന്തത്തിലോ സൗന്ദര്യത്തിലോ ഒന്നും ആവൂല. ആത്യന്തികമായ വിശ്വാസം എന്താണ്?
എന്താണ്? അവർക്ക് തൗഹീദില്ല, നമുക്കെന്തുണ്ട്? ഈ തൗഹീദ് പറയാനാണ് നബി 23 കൊല്ലത്തിൽ എത്ര യുദ്ധം ചെയ്തു? 28 യുദ്ധം ചെയ്തു. സമ്പത്തിനാണോ? അല്ല, ഷിർക്ക് ചെയ്യരുത് എന്ന് പറയാം. 23 കൊല്ലത്തിൽ 28 യുദ്ധം ചെയ്തത് സമ്പത്തിനല്ല. നബി ദരിദ്രനായിട്ടാണ് മരിച്ച്, അധികാരത്തിനല്ല. മറിച്ച് അവർ അള്ളാഹുവിനല്ലാത്തവരെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, മക്കത്തുനിന്ന് മദീനത്തേക്ക് എത്ര ദൂരമുണ്ട്? അത് നടന്ന് ഒട്ടകപ്പുറത്ത് ഈ ചൂടിൽ 53-ാമത്തെ വയസ്സിൽ ഒരാൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ പ്രയാസത്തിലുണ്ട്. നമ്മളൊന്ന് ബസ് കേടുന്ന ഇസ്ലാഹി സെൻറ്ററിന് അവരെ ഓല വാപ്പാനി എല്ലാവരും പാടി ചീത്താറ്. മെർസഡസ് ബസ് 1 മണിക്കൂർ കയറുന്ന ഇവരെ സ്ഥിരം പരിപാടിയാണ്, പൈസ ഉണ്ടാക്കലാണ്. ആ റസൂലുള്ള 53-ാമത്തെ വയസ്സിൽ 450 കിലോമീറ്റർ നടന്ന് മരുഭൂമിയിലൂടെ താണ്ടി റസൂലുള്ളയും അബൂബക്കറിനോട് 50 വയസ്സ്. അത്രയും ദൂരെ പോകണെന്തിനാ? തൗഹീദ് പറയുന്നത്. അവിടുന്ന് 600-700 കിലോമീറ്ററുള്ള തബൂക്ക് നബി യുദ്ധത്തിന് പോയിക്കണ്. എന്തു പറയാനാ? എന്താ പറയാ? നമ്മളിത് പറയണില്ല, നമ്മൾ പോണില്ല വിചാരിച്ചിട്ട്. സഹാബത്തും റസൂലും ചെയ്തതൊക്കെ ഇതിനു വേണ്ടിയിട്ടാ. നൂഹ് നബി 950 വർഷം എന്ത് വിഷയാ പറഞ്ഞേ? തൗഹീദ് മാത്രമേ പറഞ്ഞേ. അപ്പൊ നമ്മളും മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൗഹീദും ഷിർക്കുമാണ്. തൗഹീദും ഷിർക്കും തമ്മിലുള്ള ഇതെന്താന്ന് വെച്ചാൽ, ഒരാൾ ഷിർക്ക് ചെയ്താല് ഷിർക്ക് ഒരാളയിൽ വന്നാല്, നമ്മളിപ്പോ ഈ മുസ്ലിം സമൂഹത്തോട് ഷിർക്ക് ചെയ്യരുത് എന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞെന്താ? ഷിർക്ക് ഒരാളെ അടുത്ത് വന്നാല്, ഒന്ന് ഖുർആന്റെ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹ് എന്താവൂല? അല്ലാഹ് ഒരിക്കലും പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതൊക്കെ അല്ലാഹ് എന്താവും? പുറത്തു കൊടുക്കും. 2 ലഇൻ അശ്റക്ത, ഖുർആനാണ് ഓതുന്നത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലക്, നീ ഷിർക്ക് ചെയ്താൽ നിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താവും? നിഷ്ഫലമാവും. ഈ സുബേസ് കഴിച്ചിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല. എന്തുണ്ടെങ്കിൽ ഷിർക്കുണ്ടെങ്കിൽ കർമ്മങ്ങൾ നഷ്ടപ്പെടും. 3 ഷിർക്ക് ചെയ്തോ നരകത്തിൽ ഖാലിദീന ഫിഹ, എന്തായിരിക്കും? നരകത്തിൽ നിന്ന് കുറേ ആൾക്കാർ രക്ഷപ്പെടും. തൗഹീദില്ല ആളുകൾ, പലിശ വാങ്ങിയവനും വ്യഭിചരിച്ചവനും കള്ളുടിച്ചവനൊക്കെ തൗഹീദില്ലുണ്ടാവും. ഓനെ നരകത്തിൻ്റെ ആദ്യത്തെ തട്ടിലാണ്. എന്നിട്ട് ശിക്ഷ കഴിയുമ്പോൾ അവനൊരു വെള്ളത്തിൽ മുക്കിയിട്ട് എവിടുക്കിടും? സ്വർഗത്തിൽ. പക്ഷെ ഷിർക്ക് ചെയ്തവൻ നരകത്തിൽ എന്താണ്? സാക്ഷത. സ്വർഗം അവനെന്താണ്? നിഷിദ്ധമാണ്. 5 നരകമാണ് അവൻ്റെ വാസനം, താമസിക്കുന്ന സ്ഥലം, വാസസ്ഥലം എന്താണ്? അപ്പോൾ ഒരു കാര്യം ഷിർക്കായൊരു സംഗതി നമ്മൾ എന്ത് പറയണം? നമ്മൾ ഷിർക്കാന്ന് പറയണില്ല, ഹറാമാന്ന് പറയണ്ടല്ലോ, ഷിർക്കല്ലല്ലോ, ഷിർക്കാന്നല്ല പറയാത്തുള്ളൂ. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഷിർക്കായാൽ ഒന്നാമത്തേത് അള്ളാഹു ഒരിക്കലും എന്താവൂല? പൊറുക്കൂല. 2 ഷിർക്ക് ചെയ്താല് ഷിർക്ക് നമ്മുടെ വിശ്വാസത്തിലോ നമ്മുടെ പ്രവർത്തനത്തിലോ ഉണ്ടെങ്കിൽ ആ ഷിർക്ക് മാത്രല്ല, ബാക്കി ചെയ്യുന്ന സക്കാത്തും സദക്കയും നോമ്പും സലാത്തും ഒന്നും എന്താവൂല? അള്ളാഹ് ചേർച്ച് കൊള്ളണമെന്നില്ല എന്നല്ല, സ്വീകരിക്കൂല. ഡയലൂട്ട് ചെയ്യാൻ പറ്റൂല, സ്വീകരിക്കൂല. 3 നരകത്തിൽ എന്താണ്? ഖാലിദീന ഫിഹ ഷിർക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനവിടെ വന്നു? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, കച്ചവടം ചെയ്യാൻ വന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ ആയിട്ട് പോകേണ്ടിയിരുന്നു ഖബർക്ക്. വീടുണ്ടാക്കാൻ വന്നതല്ല. എത്ര നല്ല വീടുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോണ് അല്ലേ? എന്തിനു വന്നാണ്? കണ്ട് ചെടി ഉണ്ടാക്കാൻ വന്നാണോ? മാങ്ങ ഉണ്ടാക്കാൻ വന്നോ? ഇതൊന്നുമല്ല. അപ്പോ ഇതിന് വന്ന് അങ്ങനെ അള്ളാഹ് ഷിർക്ക് ചെയ്താൽ നരകം എന്താണ്? സാക്ഷത. 4 നിഷിദ്ധമാണ്, സ്വർഗം എന്താണ്? നിഷിദ്ധമാണ്. 5 നരകമാണ് അവൻ. അപ്പൊ ഷിർക്കിനെ നമ്മൾ എന്ത് പറയണം? അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തോടും ഹൈന്ദവരോടും ക്രൈസ്തവരോടൊക്കെ തൗഹീദ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യ, നീ മരിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നീ ഷിർക്ക് ചെയ്താൽ നിനക്ക് സംഭവിക്കും. അതുകൊണ്ട് ഷിർക്കിന്റെ ഗൗരവം വലുതാണ്.
അപ്പം വന്നിട്ടാണ് നമ്മുടെ സഹോദരന്മാർ പറയുന്നത്, മരുഭൂമി പെട്ടാൽ, പകൽ വെളിച്ചത്തിൽ വഴിതെറ്റിപ്പോയാൽ, കുറ്റിക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ, മീൻ പിടിക്കുമ്പോൾ നിലത്ത് പുഴയൊക്കെ വീണാൽ മനുഷ്യൻ കാണാത്ത ജിന്നും മലക്കും നമ്മളോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നവർ പറയണത്. ഇതൊക്കെ ആരോടാ ചോദിക്കണ്ടേ? അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു സംഗതി വേറൊരാളോട് ചോദിച്ചാൽ എന്താണ്? അതിനാണ് ശിർക്ക്. ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുകയാണ്. ഞാനേ ഖുർആനിലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് ഓതുക, എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചു തന്നൊക്കെ നിങ്ങളൊന്ന് വായിക്കുകയും ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും പാടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്താൻ കഴിയുണ്ടോ നിങ്ങൾ നോക്കണം. സൂറത്തു നംലിലെ 62ഉം 63. സൂറത്ത് നംല് അതിലെ 62ഉം 63. ഞാൻ എൻ്റെ അർത്ഥം പറയാം. അമ്മൻ യുജീബുൽ മുളുത്തറ, പ്രയാസപ്പെടുന്നവന് ഉത്തരം കൊടുക്കുന്നവൻ ആരാണ്? ഇദാ ദആഹു, അവൻ വിളിച്ചാൻ. മരുഭൂമി പെടുമ്പോൾ പ്രയാസപ്പെടുകയാണോ? വഴി അറിയാതെ വട്ടം തിരിയുമ്പോൾ പ്രയാസപ്പെടല്ലേ? വെള്ളം കിട്ടാതെ വലിയ ചൂട്, വലിയ മരുഭൂമി, പ്രയാസപ്പെടും. വയക്ഷിഫു, അതുപോലെ തന്നെ പ്രയാസങ്ങൾ നീക്കുന്നവൻ. വയജ്അലുക്കും ഖുലഫാഇൽ അർള്, ഭൂമിയിൽ നിങ്ങൾ പ്രതിനിധികളാക്കിയവൻ ആരാണ്? ആ ഇലാഹും അല്ലാഹ്, അള്ളാഹിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ആരാധ്യന്മാരുണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ എന്താവുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. അടുത്ത വാചകം 63, സൂറത്തു നംലിൽ 63. അമ്മൻ യഹ്ദീക്കും, ആരാണ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത്? ഫി ളുലുമാത്തിൽ ബരി, കരയുടെ ഇരുളിൽ, വൽ ബഹരി, കടലിൻ്റെ ഇരുളിൽ. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞേ? ഒരു ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നാ പറഞ്ഞു. ഇവിടെ ഖുർആൻ ചോദിക്കുകയാണ്, ആരാണ് കരയുടെയും കടലിൻ്റെയും ഇരുളിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത്? വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ സൂചകമായിട്ട് ആരാണ് കാറ്റിനെ അയക്കുന്നത്? അ ഇലാഹും അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ആരാധ്യന്മാരുണ്ടോ? അപ്പം അത് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച എന്തായി? ആരാധ്യം ഉണ്ടോ എന്നാ ചോദിക്കണം. ആരാധ്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ ഇലാഹുണ്ടോ? അപ്പോൾ പ്രയാസപ്പെടുന്ന കരയുടെയും കടലിൻ്റെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരാണ്? കാറ്റിനെ അയക്കുന്നവൻ ആരാണ്? ആ ഇലാഹും അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരാധ്യന്മാരുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ഉന്നതനാണ്. എന്താ ഈ ആയത്തുകളൊന്നും ഇതൊന്നും ഞാൻ ഇപ്പോൾ ഒരു ഹിന്ദികളെ പറയുള്ളൂ. ചിലപ്പോൾ ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിച്ചാൽ, 1 മണിക്കൂർ പ്രസംഗിച്ചാൽ പല നിലക്ക് മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു ഹിന്ദികളാണ്. ഈ വിഷയം നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള വിഭാഗത്തിലേക്ക് നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയം, അതിൻ്റെ ഹിന്ദികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സൂറത്ത് നംലിലെ 62ഉം 60 കുട്ടിയും കൂടിയും പഠിച്ചു. ആ ആയത്തുകൾ ഒന്ന് ഓതി മനസ്സിരുത്തി ഓതിയാൽ അവിടെ പിന്നെ നമ്മളെ സഹായിക്കാൻ നമ്മൾ കാണാത്തൊരു ജിന്ന്, ഒരു 10 നിർത്തിട്ടോ ഞങ്ങൾ വേദാറാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനാണ് ശിർക്ക് എന്ന് പറയാം. ഇപ്പം ഞാനൊരു ആയത്ത് ഉദ്ധരിച്ചു. ഇനി ഇവർ ഇതിനുദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്ത്? ഒരാൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ വഴി തെറ്റിയപ്പോൾ അയാൾ യാ ഇബാദല്ലാഹ് ഈനുനി, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിൽ ശിർക്കില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയണത് അല്ലേ? ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഇവരൊരു ഹദീസ് ഉദ്ധരിക്കും. ആ ഹദീസ് എന്താണ്? ദുർബലമായ ഹദീസ്. ഇസ്ലാമിൽ ഒരു കാര്യം പറയുമ്പോൾ തെളിവ് ഒന്ന് എവിടുന്ന് വേണം? എവിടുന്ന് പറയണം? ഖുർആൻ എന്ന് പറയണം. ഖുർആൻ ഇല്ലെങ്കിൽ എവിടുന്ന് തെളിവ് കൊണ്ടുവരണം? ഹദീസ്. അതിലും ഇല്ലെങ്കിൽ എവിടുന്ന് കൊണ്ടുവരണം? സഹാബത്ത് അല്ലേ? അത് ചെയ്തിക്കണോ? ഈ 3 അടുത്തൊന്നും ഈ വാദത്തിന് എന്തില്ല. ഇപ്പം ഇവർ പ്രസംഗിച്ചപ്പോൾ എന്തെങ്കിലും ആയത്ത് ഇവർ ആരെങ്കിലും പറഞ്ഞോ? മുജാഹിദീങ്ങളുടെ സ്വഭാവം എന്താ? ഒരു വിഷയം പറഞ്ഞാൽ അപ്പം എന്തോതും? ആയത്തോതും. താടി നീട്ടാൻ ഹദീസ് ഓതും അല്ലേ? നെരിയാണിക്ക് മുകളിൽ പാൻ്റ് എടുക്കാൻ എന്തോതും? ഹദീസ്. ഹദീസ് ഓതിയിട്ടാണ് പറയണത്. നമ്മൾ പറയല്ല, ഹദീസിൽ നബി പറഞ്ഞതനുസരിച്ച് നിങ്ങളോട് പറയണതാണ്. ഈ പറഞ്ഞ 5 ആൾ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചു. ഇതിൽ ആരെങ്കിലും ഒരു ആയത്തോ ഒരു ഹദീസോ ഇതിന് തെളിവായിട്ട് ഓതിയോ? അവരാരും ഓതിയിട്ടില്ല.
അവർക്ക് ഓതാൻ കഴിയില്ല. പിന്നെ അവർ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, യാ ഇബാദല്ലാ അഈനൂനി എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് എന്നാ. ഈ ഹദീസിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് ലഈഫാണ്. ഹദീസ് എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഇതിന് ലഈഫാകാൻ പല കാരണമുണ്ട്. ഒരു കാരണം ഞാൻ പറയണം, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറിൽ രണ്ടാളുണ്ട്, ഒന്ന് സെയ്ദും ഒന്ന് ഉത്തുബയും. മൂപ്പരെ വാപ്പാൻ്റെ പേരൊന്നും അറിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇത് മാത്രമേ അറിഞ്ഞോളൂ, സെയ്ദും ഉത്തുബയും. ഈ ഹദീസിൽ ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞൊരു ദുർബലമായ ഹദീസാണ്. ആ ഹദീസ് ദുർബലാകാനുള്ള കാരണം ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ, അൻവർ, സലീം, നബി അല്ലേ, നബീന്നാരാ കേൾക്കുക? സഹാബി അല്ലേ, നബീന്നാരാ കേൾക്കുക? ഹദീസ് എങ്ങനെയാണ്? ഹദീസ് തന്നെ നബി എന്ന് പറയും. ഇപ്പം ഞാൻ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടു അല്ലേ. അതുപോലെ റസൂലുള്ള പറയും, ആര് കേൾക്കും? സഹാബി. അങ്ങനെ സഹാബിയിൽ നിന്ന് സഹാബിൻ്റെ ശിഷ്യന്മാരെന്താവും? കേൾക്കും അല്ലേ. അങ്ങനെ ആ ശിഷ്യൻ അടുത്ത ശിഷ്യനോട് പറയും. അങ്ങനെയാണ് ഹദീസ് വരിക. അങ്ങനെ ഹദീസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അങ്ങോട്ട് ഓടിച്ചാടി സ്വീകരിക്കൂല. ഈ പറഞ്ഞവരൊക്കെ സത്യസന്ധന്മാരാണെന്ന് എന്താവും ആലോചിക്കും. ഇപ്പം ഞാനും ഒരു കാര്യം പറഞ്ഞു, അത് അൻവർ കേട്ടു, അൻവറിൽ നിന്ന് സലീം കേട്ടു, സലീമിൽ നിന്ന് അബ്ദുൽ ജബ്ബാർ കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഞാൻ നല്ലവനാണോ? ഞാൻ തന്നെ കള്ളനാണെങ്കിൽ അത് അവിടെ നിർത്തിക്കളാം, മൂപ്പരല്ലേ പറഞ്ഞ് അല്ലേ. ഇന്നോ ഞാൻ കുറച്ച് മെച്ചാന്ന് വിചാരിച്ചോ, മൂപ്പരിന്ന് ആരാ പറഞ്ഞ? അൻവർ. അൻവർ അങ്ങനെ എന്തൊക്കെ പടായി പറയലുണ്ട്, ഇത് മാത്രമോ ജോൻ ഒഴിവായിക്കുക? നമ്മൾ സാധാരണ പറഞ്ഞ വർത്താനാണ്. ഇതേപോലെ ഹദീസിൽ ഈ പറഞ്ഞ 5 ആളുകളും എന്തായിരിക്കണം? വിശ്വസ്ത. ഇമാം ബുഖാരി ഹദീസ് സ്വീകരിക്കൽ എങ്ങനെയാ? മൂപ്പര് ഈജിപ്തിലേക്ക് ഹദീസ് സ്വീകരിക്കാൻ പോയി. മെർസിഡസ് ബെൻസിലൊന്നല്ല, ഒട്ടകപ്പുറത്ത് പോയി. അങ്ങനെ മൂപ്പര് ഹദീസ് സ്വീകരിച്ചു. ഹദീസ് സ്വീകരിച്ച ആള്, ഹദീസ് ഒരാളെന്ന് കണ്ട് ഞാൻ അങ്ങനെ റസൂലിൽ നിന്ന് കേട്ടു, അയാളെ പരമ്പരയൊക്കെ പറഞ്ഞു. വൈകുന്നേരം ഉണ്ട് മൂപ്പര് ഇങ്ങനെ അങ്ങാടി കൂടെ കടല കുറച്ച് പോകുന്നു. ആര് ഈ ഹദീസ് പറഞ്ഞ ആള്. അപ്പം ഇമാം ബുഖാരി മൂപ്പര് പറഞ്ഞ ഹദീസ് എന്തായി? ഒരു വട്ട. എന്താ കുഴപ്പം? കടല ഒരിക്കലും തെറ്റാ, പക്ഷേ ഭക്ഷണത്തിനൊരു മര്യാദ ഉണ്ട് അല്ലേ. അത് ഇങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഷട്ടിലിടുന്ന പോലെ ഇടേണ്ട ഒരു സാധനമല്ല അത്. ഒരു മര്യാദക്കൊരു നമ്മളൊക്കെ ചെയ്യേണ്ടത് വേറെ, പക്ഷെ അതൊരു മര്യാദപ്പെട്ടതല്ല ഭക്ഷണത്തിന്. അപ്പം അത്രയും ഒരു ചെറിയ കാര്യത്തിൽ പോലും സൂക്ഷ്മതയില്ലാത്ത ആളെടുത്ത് ബാക്കി എന്തുണ്ടാവും? വേറെ പലതും ഉണ്ടാകാമെന്ന് പറഞ്ഞ അയാൾ ഹദീസ് എന്തായില്ല സ്വീകരിച്ചു. അപ്പം ഹദീസിലെ വരുന്ന എല്ലാ വ്യക്തികളും എന്തായിരിക്കണം? സ്വീകാര്യമുള്ളവരായിരിക്കണം. അങ്ങനെ വന്നപ്പോൾ സെയ്ദ് പറഞ്ഞത് ഉത്തുബയിൽ നിന്ന്, ഉത്തുബ നിങ്ങൾ രണ്ടാളെ വെച്ചോളി, 2 ഹദീസിൻ്റെ റിപ്പോർട്ടർമാരാണ്. സ്വീകാര്യത നേരിട്ട് കാണും വേണം. ഇപ്പം എന്നിൽ നിന്ന് അൻവർ ഒരു ഹദീസ് ഉദ്ധരിക്കണം, അൻവറിന് എന്താവണം? നേരിട്ട് കാണണം. അല്ലാതെ മറിച്ച് ഈ സെയ്ദ് ആരെ കണ്ടിട്ടില്ല? ഉത്തുബനെ. ഇവർ തമ്മിൽ എത്ര വയസ്സ് 60 കൊല്ലത്തിൻ്റെ വ്യത്യാസം. ഭയങ്കര പടായി മുപ്പരടിച്ച് 60 കൊല്ലത്തിൻ്റെ വ്യത്യാസം. 60 കൊല്ലം കഴിഞ്ഞിട്ട്, ഞാൻ മരിച്ചിട്ട് 60 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ ജനിച്ചിട്ട് മൂപ്പർ ഇങ്ങനെയൊക്കെ അന്ന് കോബാറിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇജ്ജൊന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇജ്ജ് മൂപ്പർ എന്ന് മരിച്ചിരിക്കണ്, ഇജ്ജ് ഇപ്പോഴല്ല ജനിച്ച് എന്ന് പറയുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് എന്താണ്? അപ്പം ഇതിന് കൊണ്ടുവരുന്ന ഹദീസ് ലഈഫാൻ. ചത്ത പോത്തിനെ കൊണ്ട് പിന്നെ കുറുമ വെക്കണമെന്ന് ആലോചിക്കുക നമ്മൾ. ചത്ത പോത്തിൻ്റെ ഇറച്ചി വരട്ടണോ, പൊരിക്കണോ, കുറുമ വെക്കണോ, 65 ആക്കണമെന്ന് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുമോ? മൂപ്പരെന്തായി? ചത്തതാണ്. ചത്ത മുസ്ലിങ്ങൾക്ക് പറ്റൂല. അറുത്തതാണെങ്കിൽ മാമാക്കാൻ്റെ കടയിൽ നിന്ന് അറുത്ത് രാവിലെ വാങ്ങിയതാണെങ്കിൽ എന്താ ചെണ്ടായിക്കോ പറഞ്ഞ ചില്ലിയോ 65 എന്ന്. അപ്പോൾ ഈ ഹദീസ് ചത്തതാതുകൊണ്ട് ഇനി അതിമെന്നൊരു തെളിവ് നമുക്കെന്താവില്ല, പിടിക്കാൻ പറ്റൂല. ഇനി കുറേ തെളിവുണ്ട്, സമയം അതിക്രമിച്ചുകൊണ്ട് ഒരു തെളിവ് ഞാൻ വായിക്കാം. ഇത് സൗദി അറേബ്യയിലെ പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ആർക്കെങ്കിലും ഒറ്റയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. സൗദി അറേബ്യയിൽ മരിച്ചുപോയ ഈ രാജ്യത്തിലെ മുഫ്തിയായിരുന്നു, ഇന്നിപ്പോൾ ആലി ഷെയ്ഖാണ് മുഫ്തി, ഇദ്ദേഹത്തിന് മുമ്പ് മുഫ്തിയായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇഷ്തഹറ ഇന്ദ ബഅദിൽ അവാം, ചില പൊതുജനങ്ങളുടെ അടുത്ത് പ്രസിദ്ധമാണ്, അൻ യഖൂല അഹദുഹും ഖബ്ല നൗം, അത് ചില ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പ് അവർ പറയും, യാ മലായികത്തുൽ ഹഫള
ഹഫദത്തിൻ്റെ മലക്കുകളെ, ഹഫദത്തിൻ്റെ മലക്ക് പറഞ്ഞപ്പോൾ നമ്മളിവിടെ മലക്കുണ്ട്. ആരാണ്? റഖീബ് അത്തിയതുണ്ട് നമ്മൾ വിശ്വസിക്കണം അല്ലേ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അത്തിയത്. റഖീബും അത്തിയതും ഇല്ലാതെ നമ്മളെന്താവുന്നില്ല, ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ കാഫിറാ, കാരണം ഖുർആൻ്റെ ആയത്താണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചൂടല്ലേ. ഓന് അലാറൊന്നും വാങ്ങൂല, ഓനൊരു 50 റിയാൽ കൊടുത്തൊരു അലാറം വാങ്ങാൻ മടി. ഓൻ്റെ പുതിയ പരിപാടി എന്താണ്? ഇവിടെ 2 മലക്കുണ്ട്. എന്നിട്ട് മലക്കിനോട് ചോദിക്കുകയാണ്, ഐക്കൊല്ലൂനി ഫിസാ കഥ വ ഇന്ത വക്കത്തി കഥ. ഞാൻ ഉറങ്ങാൻ പോകണം കേട്ടോ, 4:30 സുബൈ കേട്ടോ, ജിൻ്റെ എന്താണേ വിളിച്ചൊന്നും പറയണ്ട, നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി അല്ലേ? ഓന് അലാറം വെച്ചാൽ പോരെ. ആൾക്കാർ ഓരോ പ്രശ്നം ഉണ്ടാക്കുക. എന്നിട്ട് ഷെയ്ഖിനോട് ചോദിക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാം, ഉണ്ടായിരിക്കാം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മലക്കുകളോ? ആ 5-ാമത്തേൽ പറഞ്ഞു, ഓൻ പറഞ്ഞു ജിന്നിനോടും മലക്കിനോടും ചോദിക്കണേന് ശിർക്കല്ല എന്ന് പറഞ്ഞു അല്ലേ? ഞാൻ പറയണേ, ഇവിടെ മലക്കിനോട്, ഹഫലത്തിൻ്റെ മലക്ക് ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഹഫലത്തിൻ്റെ മലക്കിനോട് ചോദിക്കുകയാണ്, ഇന്ന സമയത്ത് വേണ്ടാത്തൊരു കാര്യത്തിനാണോ 4:30 എനിക്ക് സുബൈക്ക് നീക്കണം, എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, കുട്ടികളാരുമില്ല, റൂംമേറ്റ് ആരുമില്ല, ജിന്നൊന്ന് വിളിച്ചുണർത്തണേ, നല്ല കാര്യത്തിന് പ്രയാസപ്പെടുകയാണോ അവൻ? ഇവൻ മരുഭൂമിപ്പെട്ട പോലെ പ്രയാസപ്പെടുകയാണോ? സ്ലീപ്ലെസ് ബെഡിൽ ജാമിലിൻ്റെ AC ഇട്ട് കടന്നുറങ്ങുകയാണ് അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? ഇവൻ ഈ മരുഭൂമി പെടുന്ന ആളെ പോലെ, വെള്ളത്തിൽ പെടുന്ന ആളെ പോലെ പ്രയാസപ്പെടുന്ന അവസ്ഥ. ഓ നല്ല ബെഡിൽ നല്ല AC ഇട്ട് നല്ല തണുപ്പിച്ച് കടന്നുറങ്ങുമ്പോൾ അലാറം വാങ്ങാൻ മടിയായിട്ട് ഓന് 2 മലക്കിനോട് ഇജ്ജ് നിന്നെ വിളിച്ചോണത്തനെ എന്ന് പറയാം. അപ്പം ഷെയ്ഖ് പറയും, ഇത് പറ്റുമോ? എന്താ ഷെയ്ഖ് ഇതിനെപ്പറ്റി അഭിപ്രായം? അപ്പോൾ ഷെയ്ഖിൻ്റെ മറുപടി, ഹാദാ ലാ യജൂസ്. ഇതെന്താവൂല, ഇത് പറ്റൂല ബായി. എന്നിട്ടോ ബൽ ഹുവ മിന ശിർക്കിൽ അക്ബർ. ഇത് പറ്റൂല എന്ന് മാത്രമല്ല, അതെന്താണ്? ഈ പറയുന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയും KK സക്കരിയയും NV സാലിമാക്കയും അതേപോലെ തന്നെ നാസർ ബാലുശ്ശേരി ഒക്കെ അവരൊക്കെ പറഞ്ഞത് ഷിർക്കല്ല. എന്ത് ഷിർക്കല്ല? പുഴയെ വീകുമ്പോൾ ഷിർക്കല്ല, മരുഭൂമിയിൽ വീകുമ്പോൾ ഷിർക്കല്ല, വെളിച്ചം കിട്ടാത്തപ്പോൾ ഷിർക്കല്ല, വഴി അറിയാത്തപ്പോൾ ഷിർക്കല്ല. ഇതൊക്കെ നമ്മൾ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. ഇവിടെ പ്രയാസമുണ്ടോ? ഈ ചോദിച്ച ആൾക്ക് പ്രയാസമുണ്ടോ? ഓ നല്ല ബെഡിൽ നല്ല സുഖത്തിൽ AC ഇട്ട് കടന്നുറങ്ങല്ലേ. ഈ ഫത്തുവ കണ്ട് ഇവരെ അണ്ണാക്ക് കണ്ട് കൊണ്ടുന്നുള്ള ഓ നല്ല സുഖത്തിൽ കടന്നുറങ്ങുമ്പോൾ എന്നൊന്ന് വിളിച്ചെടുത്തണേ, വേണ്ടാത്ത കാര്യത്തിലാണ് അല്ല സുബൈക്ക് വിളിച്ചെടുത്താൻ പറഞ്ഞാണ്. അപ്പോൾ ഷെയ്ഖ് പറയണ ഇത് അനുവദനീയമല്ല എന്ന് മാത്രമല്ല, ഇതെന്താണ്? ഷിർക്കുൻ അക്ബർ. ഷിർക്കുൻ അക്ബർ വന്നാൽ എന്തൊക്കെ പറ്റും? എന്തൊക്കെ വരും? അല്ലാഹ് എന്താവൂല, സ്വീകരിക്കൂല. 2 കർമ്മങ്ങൾ സ്വീകരിക്കൂല. 3 നരകം സാക്ഷ്യതാണ്. 4 സ്വർഗം നിഷിദ്ധമാണ്. 5 നരകമാണ് അവൻ്റെ വാസസ്ഥലം. എന്തേപ്പോ ചോദിച്ചിട്ടുള്ളൂ? ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ള മലക്കിനോടൊന്ന് രാവിലെ വിളിച്ചോണ്ടാൻ പറഞ്ഞു. ഷിർക്കുൻ അക്ബറാണ്. മൂപ്പര് നിർത്തിയോ? ഷെയ്ഖ് ഇബ്നു ബാസ് നിർത്തുന്നില്ല. ലി അന്നഹും ദുആഉൻ ലിഗൈരില്ലാഹ്. ഇത് അള്ളാഹിനോട് അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കയ്യൊക്കെ ഉയർത്തിയോ? പ്രാർത്ഥന പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ, നമുക്ക് ഒരു ഉപകാരം കിട്ടണം അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കണം. പ്രാർത്ഥന ഇപ്പം എനിക്ക് ഡിസംബർ ഒക്ടോബർ 15 പ്രാർത്ഥിക്കണം എന്ന് ഇപ്പം തന്നെ തീരുമാനിക്കുമോ? ഉംറക്കോടെന്നൊക്കെ തീരുമാനിക്കും. നമ്മൾ പ്രയാസപ്പെടുമ്പോഴാണ് പ്രാർത്ഥിക്കുക അല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കോണിയാണ്ട് ഇറങ്ങുമ്പോൾ ഒന്നെടുത്ത് തെന്നി വീണു, ഉടച്ചോനെ ഒരു വെള്ളത്തിലാണ്ട് പോയി, റബ്ബ് എന്നെ ഇവിടെ കാക്കാൻ ആലോചിച്ച് രക്ഷിക്കണേ. പ്രയാസം ഉണ്ടാകുമ്പോഴാണ് എന്ത് വരിക അല്ലേ? നമ്മൾ തന്നെ കാര്യം ആലോചിച്ചു. ഇവിടെ ഗൾഫിൽ വന്നെന്ന് ആരും നോക്കാല്ലാത്തപ്പോൾ എന്തായിരുന്നു പ്രാർത്ഥന. ഇപ്പം നിസ്കരിച്ചവനെ കാണുന്നല്ല. ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ നാട്ടിൽ നല്ല അയില കൂട്ടാനും ചോറൊക്കെ അമ്മ തന്ന് വളർത്തിയ നമ്മളാണ്. ഇവിടെ വന്നപ്പോൾ അയില കൂട്ടാൻ വേണ്ട, സാധാരണ ഒരു കറിയെങ്കിലും കിട്ടാൻ ഒരു ഗതിയില്ല. അന്ന് നമ്മൾ പ്രാർത്ഥന. ഈ പറഞ്ഞ ഞാനും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥന. അങ്ങനെ ജോലിയൊക്കെ കിട്ടി ശമ്പളമൊക്കെ ഉണ്ട് ക്ലിയറായപ്പോൾ പള്ളിയൊക്കെ കിട്ടില്ല. അപ്പോൾ പ്രാർത്ഥന എപ്പോഴാണ് വരിക? നമ്മൾ വരുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കിയാൽ കരച്ചിട്ട് വരും. പഠിച്ചോനെ അല്ലേ? വന്ന എല്ലാവരും തീരുമാനിക്കും 2 കൊല്ലം കഴിഞ്ഞാൽ പോകണം. പക്ഷേ പിന്നെ നമ്മൾ 2 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഒരു സ്ഥലം ഉണ്ട് കാര്യം പിന്നെ വാങ്ങും, പിന്നെ അങ്ങനെയാണ് നിൽക്കലാണ്. അങ്ങനെ 20-25 കൊല്ലം ആകലാണ് അങ്ങനെ. അപ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥന വരിക. അതല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം ഉണ്ടാവണം.
അല്ലാതെ ഞാൻ 10 കൊല്ലം കഴിഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയല്ല. വെള്ളത്തിൽ പെടുന്നതിന് പ്രയാസമല്ലേ? ഇന്നാലോ ഇവിടെ കടക്കുമ്പോൾ ഒരുത്തിന് ഒരു പ്രയാസമില്ലാതെ വിളിച്ചപ്പോൾ ശിർക്കുൻ അക്ബറാണ്. എന്നിട്ട് പറയണല്ലേ അന്നഹു ദുആഉൻ ലിഗൈരില്ലാഹ്, അള്ളാഹുവിനോടല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണത്. വെള്ളത്തിൽപ്പെട്ടോ? ഇല്ല, ഒന്ന് വിളിച്ചോണത്തണെന്ന് പറഞ്ഞിട്ടുള്ളൂ. നിർത്തിയോ? വതലബും മിനൽ ഗായിബി, മറഞ്ഞതിനോടുള്ള തേട്ടമാണ്. ആരാണ് മറഞ്ഞത്? ഈ ചങ്ങായി എന്താ പറഞ്ഞു? 5-ാമത്തെ നാസിർ ബാലുശ്ശേരി എന്താ പറഞ്ഞു? ഓലൊന്നും മറന്നവരല്ല, ഓല് നമ്മളെ തൊട്ട് മറന്നവരാണെങ്കിലും ഓല് നമ്മളെ കാണുന്നുണ്ട്. നിങ്ങളാ ക്ലിപ്പ് ഇതൊന്നും വായിച്ചു നോക്കി. ഫഹുവ, അത് ഏതുപോലെയാണ്? ഖത്തലബി മിനൽ ജിന്നി, ജിന്നിനോട് ചോദിക്കുന്നത് പോലെയാണ്. വൽ അസ്നാമി, വിഗ്രഹങ്ങളോട് ചോദിക്കണ പോലെയാണ്. എന്താ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ? കടക്കുമ്പോൾ ഒന്ന് വിളിച്ചുണർത്തണ്ടെന്ന് പറഞ്ഞ് വിഗ്രഹത്തിനോട് ചോദിക്കണ പോലെയാണ്. അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹത്തിനോട് ചോദിക്കണ പോലെയാണ്. വൽ അംവാത്തി, മരിച്ചവരോട് ചോദിക്കുന്നത് പോലെയാണ്. അപ്പം ഞാൻ 3 കാര്യം പറഞ്ഞു. 1, ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു. 2, ഞാൻ ആ ഹദീസിനെ സംബന്ധിച്ച് അവർ തെളിവ് പിടിക്കുന്ന ഹദീസ് ലഈഫാണ്. അതുകൊണ്ട് ലഈഫായ ദുർബലമായ ഹദീസ് നമുക്ക് തെളിവിന് പറ്റൂല. ഇനിയും ഇഷ്ടം പോലെ ഫത്വകളുണ്ട്, വായിക്കാൻ സമയമില്ല. ഞാൻ അവസാനിപ്പിക്കുക. അല്ലാതെ അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, ഇവരുടെ വാദം അനുസരിച്ച് ഇതേപോലെ പ്രയാസപ്പെടുമ്പോൾ ഒരാൾ അവിടെ ഉണ്ടാക്കാവുന്ന ഒരു ജിന്നിനെ വിളിച്ച ഷിർക്കല്ല എന്ന് അവരും ഷിർക്കാണ് എന്ന് നമ്മൾ. അവർക്ക് എന്താ തെളിവ്? ലഈഫായ ഹദീസാണ്. ആ ഹദീസ് തെളിവാക്കാൻ പറ്റും. നമുക്കെന്താ തെളിവ്? സൂറത്തു നംലിലെ 62-63 ആയത്ത്. ആ ഹദീസ് ലഈഫാണ് എന്നുള്ള കാര്യം. 3-ാമത് ഇതുപോലെയുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ എം അക്ബർ ഒരു കാര്യം പറഞ്ഞു, ഈ വിഷയം ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു ഹിന്ദുവിനോട് പോയിട്ട് ഇജ്ജ് വിഷ്ണുവിനെ വിളിക്കരുത് എന്ന് പറഞ്ഞു, അല്ലേ? നമ്മൾ പറയും എന്താ കാര്യം? എന്താ വിളിച്ചാലേ? ഷിർക്ക. അപ്പോൾ അതെജ്ജ് ഷിർക്കാരാണ്. വിഷ്ണുവിടെ ഇവിടെ കാണുന്നില്ലല്ലോ, മറിഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹിന്ദുവിനോട് നമ്മൾ ഷിർക്ക് അറിയുമ്പോൾ ഹിന്ദു നമ്മളോട് തിരിച്ചു ചോദിക്കുകയെന്ന് വിചാരിച്ചോ, എന്നാൽ ഒരു ജിന്നിനെ വിളിച്ചാൽ എന്താണ്? അപ്പോൾ നമ്മളെ ഈ ടീം എന്താ പറയുക? എന്ത് പറയേണ്ടി വരും? ഷിർക്കല്ല അറിയേണ്ടി വരും, അല്ലേ? നമ്മളെന്താ പറയുക? നമ്മൾ ഷിർക്കാന്ന് പറയും. അപ്പോൾ ചോദിക്കുകയാണ്, എന്നാൽ അനക്ക് ജിന്നെവിടെ? വിഷ്ണു ചോദിക്കുകയാണ്, അല്ലെങ്കിൽ രാഘവൻ ചോദിക്കുകയാണ്, ജി പറയണത് വിഷ്ണുവിനെ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് വിഷ്ണുവിനോട് ചോദിച്ചാൽ എന്താണ്? ഷിർക്കാണെന്ന് പറയുന്നു. ഞാനും രാഘവനും തമ്മിലുള്ള വ്യത്യാസം ഷിർക്കല്ലേ? എല്ലാം എന്താ വ്യത്യാസം? അപ്പോൾ വിഷ്ണുവിനെ കാണാത്ത വിഷ്ണുവിനോട് ഞാൻ ചോദിക്കുന്നത് ഷിർക്കാണെന്ന് നീ പറയുമ്പോൾ, നീ കാണാത്ത ജിന്നിനോട് ഞാനും നീയും കാണാത്ത ജിന്നിനോട് ചോദിക്കുന്നത് ഷിർക്കല്ല എന്ന് നീ എങ്ങനെ പറയാം? പിന്നെ എങ്ങനെ തൗഹീദ് സ്ഥാപിക്കുക? അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ വിഷയസംബന്ധമാണ് നമ്മുടെ പിളർപ്പുകൾ. ഇനിയും ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിനും ഈ സംവിധാനത്തിനും അള്ളാഹു എല്ലാ തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സംഘടനയെയും ഒരു വ്യക്തിയെയും പേരെടുത്തിവിടെ പറഞ്ഞത് അവരെക്കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവരോടൊക്കെ ഗുണകാംക്ഷയാണ്, സ്നേഹമാണ്. ആരെയും വേണ്ടാത്ത വർത്തമാനങ്ങളോ അപമതിക്കലോ നമ്മുടെ ഭാഗത്തു നിന്നില്ല. അവരോടുള്ള സ്നേഹവും ഗുണകാംക്ഷയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിർത്തുമാറാവട്ടെ. ഇത് ഞാൻ നിങ്ങൾക്കൊരു സൂചന മാത്രമാണ് കിട്ടിയത്. ഈ വിഷയം നിങ്ങൾ കൂടുതൽ പഠിക്കണം. അള്ളാഹു നമ്മളിപ്പോൾ പല വിഷയവും പഠിക്കണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിലെ തെളിവുകൾ എന്താ എന്നൊന്ന് നോക്കി. ഇനി ഇത് എന്നല്ല, കുറേ വിഷയം വരും. ദുനിയാവ് മുന്നോട്ട് പോകുന്തോളും ഫിത്തനകൾ എന്താവുകയാണ്? കൂടെയായിരിക്കും. അവിടെയൊക്കെ പണ്ഡിതന്മാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാർ പല ഭഗവത്തോട്ട് വർത്തമാനം പറയും. ഏത് പണ്ഡിതനെയും നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കണം എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെ ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയാണ്. ഈ വിഷയ സംബന്ധമായിട്ട് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം
വളരെ കുറഞ്ഞ സമയം നമുക്കതിനു വേണ്ടി മാറ്റിവെക്കാം. വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സ്ത്രീകളുടെ ഭാഗത്ത് സംശയങ്ങളുള്ള ആളുകൾ അതൊന്ന് എഴുതി കൊടുത്തയച്ചാൽ ഉപകാരമായിരിക്കും. എല്ലാ ആഴ്ചയും ഇവിടെ അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. 10 മണിക്ക് പിരിയലുണ്ട്. ഇന്നിപ്പോൾ ഒരു കുറച്ച് ഗഹനമായ വിഷയമാകൊണ്ട് ഞാൻ ആദ്യം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നും അങ്ങനെയല്ല, ഖുർആൻ ലേണിംഗ് ആണ്. പിന്നെ ഇങ്ങനെ കുറേ സംശയങ്ങൾ കുറേ ആളുകളിൽ നിന്ന് ഉണ്ടായപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊരു സംശയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ചോദിക്കണ്ട, ഉണ്ടെങ്കിൽ ചോദിച്ചേ. ജിന്ന് വിഭാഗം KNM ഹദീസ് നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ചോദ്യം സ്ത്രീകളുടെ ഭാഗത്ത് കിട്ടിയത്. ഏത് ഹദീസാണ് KNM നിഷേധിച്ചത്? അതിൻ്റെ കൂടെ ചേർത്തൊരു ചോദ്യം കൂടിയുണ്ട്. മടവൂർ വിഭാഗം ഹദീസ് നിഷേധികൾ എന്ന് പൊതുവെ കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വാദമില്ല എന്നാണല്ലോ പറയുന്നത്. സത്യത്തിൽ എന്താണ് അവരുടെ വാദം? എന്തിനാണ് അവരുമായി KNM സംവാദം നടത്തിയത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സഹോദരി ചോദിച്ചത്. ജിന്ന് വിഭാഗം KNM ഹദീസ് നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഏത് ഹദീസാണ് KNM നിഷേധിച്ചത്? ഞാനും അതാ ചോദിക്കണേ, ഏത് ഹദീസാണ് നമ്മൾ നിഷേധിച്ചത്? അവർ പറയണത് നമ്മൾ ഹദീസ് നിഷേധിക്കുകയാണ്. ഏത് ഹദീസാണ് നമ്മൾ നിഷേധിച്ചത്? ഒരു സഹോദരി ചോദിക്കുകയാണ്. കാരണം അവർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ആ സഹോദരിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മളൊരാൾ നിഷേധിച്ച് എന്ത് പറയും? ഇന്ന ഹദീസ് നിഷേധിച്ചു എന്ന് പറയണ്ടേ? അപ്പോൾ ഏത് ഹദീസാണ് നിഷേധിച്ചത്? നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ ഹദീസ് ഇപ്പം എന്തായാലും നമുക്ക് നിഷേധിക്കാതിരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? അതിൻ്റെ റിപ്പോർട്ടർമാർക്കിടയിൽ എന്തുണ്ട്? 60 കൊല്ലത്ത് എന്തുണ്ട്? അന്തണ്ണുണ്ട്. അപ്പോൾ ഹദീസ് പോയി ലൈഫ്. വല്ലാഹി സുമ്മ വല്ലാ, കേരള നദവത്തുൽ മുജാഹിദ്, കേരള ജമിയത്തുൽ ഉലമ 922 അത് ഉണ്ടായ അന്ന് മുതൽ 2016 വരെ സഹീഹായി വന്ന ഒരു ഹദീസും അവർ നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളവർ എന്നെ ഹദീസ് ഞങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. അത് അവർ കൊണ്ടുവന്നിട്ടുമില്ല. ഈ സഹോദരനോട് തന്നെ അവർ പറയാണ് ഹദീസ് നിഷേധിക്കുന്നു. അവർ ഹദീസ് കാണിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ശരി. മടവൂർ വിഭാഗം ഹദീസ് നിഷേധിക്കുന്നു എന്ന് പൊതുവെ കേൾക്കുന്നുവല്ലോ. എന്താണ് ഇതിൻ്റെ നിശ്ചയം? മടവൂർ വിഭാഗം പല ഹദീസുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സംഗീതത്തിനെ കുറിച്ച് വന്ന ഹദീസുകൾ, സംഗീതം, മആസിഫ്, വാദ്യോപകരണങ്ങൾ. ഇപ്പോൾ ഒരു സാധാരണ ഒരു പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അശ്ലീലമല്ലാത്ത ഒരു പാട്ടൊന്നും പാടുന്നതിന് എന്തല്ല. അപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ പാട്ട് പാടുന്ന കുട്ടിയാണ്. മറിച്ച് സംഗീതോപകരണങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണ്. ആ ഹദീസ് നമ്മൾ ഉദ്ധരിക്കും. നമ്മൾ സംഗീതം ഉണ്ടാക്കലില്ല, നമ്മളെ മദ്രസയിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കലുമില്ല, നമ്മളെ നിഷിദ്ധമാണ്. പക്ഷേ അവർ ആ ഹദീസ് സ്വീകരിക്കാതിരിക്കുകയും അതിന് ആ ഹദീസിന് ഒഴിവ്, അങ്ങനെ കുറേ ഹദീസുകൾ എനിക്ക് പറയാൻ സമയമുള്ള ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറേ ഹദീസുകൾ അതുപോലെ സിഹറിൽ വന്ന, അതേപോലെ തന്നെ ഈ രൂപത്തിൽ മസ്അലകളിൽ വന്ന ഹദീസുകൾ ഒക്കെ പലതും അവർ നിഷേധിച്ചിട്ടുണ്ട്. ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വാദമില്ല എന്നാണല്ലോ പറയുന്നത്. സത്യത്തിൽ എന്താണ് അവരുടെ വാദം? എന്തിനാണ് അവരുമായി KNM സംവാദം നടത്തിയത്? അവർക്ക് ഇനിയിപ്പോൾ വാദം ഉണ്ടോ എന്ന് വൈദ്യരെ കാണിക്കേണ്ടി വരും. അങ്ങനത്തെ വാദമാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ 5 കാര്യങ്ങൾ ഞാനല്ലല്ലോ പറഞ്ഞു, നിങ്ങൾ കേട്ടതല്ലേ. ഇതൊന്നും KNMൻ്റെ ആൾക്കാരല്ല. ആരുടെ ആളുകളാണ്? ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞ് പോയ ആളുകളുടെ വാദമാണ്. അവരുടെ വാദമാണ്. അതാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ആ വാദം പറഞ്ഞു. പിന്നെ അവർക്ക് ഇനി മറ്റേ വാദം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അത് വൈദ്യരെ കാണിച്ചാലേ എന്താവുള്ളൂ. എന്തായാലും ഏത് വാദമുണ്ട്? മരുഭൂമി പെട്ടാൽ, പുഴ വീണാൽ, പകൽ വെളിച്ചത്തിൽ കുറ്റിക്കാട്ട് പെട്ടാൽ ഒക്കെ അവിടെ ഉണ്ടായേക്കാവുന്നൊരു ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നുള്ളൊരു വാദം അവർക്ക് ഉണ്ട്. അത് നിങ്ങൾ ഈ ക്ലിപ്പുകൾ ഇനി ഒന്നും കൂടി കേട്ടോളൂ. അതുകൊണ്ടാണ് KNM അവരോട് സംവാദം, അവർ ശിർക്കല്ല എന്നും നമ്മളെന്തും പറയുന്നു ആണോ, അതുകൊണ്ടാണ് സംവാദം നടത്തേണ്ടത്. അത്രയാണ് ഇതിന് മറുപടി പറയുന്നത്. ഇത് ഈ വിഷയം ഉണ്ടായ 2012 ആ കാലം തൊട്ടുള്ള ക്ലിപ്പുകളാണ്. അത് അധികം 2012-13 ലേറ്റസ്റ്റ് 16. പിന്നെ വാദം തിരുത്തിന്നുണ്ടോന്നുണ്ടെങ്കിൽ അത് ഇടണം, അത് അവരിടണ്ട്. ആ അപ്പം നിങ്ങളെന്ത് ചോദിക്കണം? എന്നാൽ അതില്ല എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് തരുമോ? ഞാൻ അങ്ങനത്തെ 5-6 കണ്ടു. അപ്പോൾ അതില്ല എന്ന് പറയണ നിഷേധിക്കുന്ന, ഇപ്പം നിങ്ങൾ KNM പറഞ്ഞത് ശിർക്കാണ്. ഇപ്പം ഇവിടെ തന്നെ ഈ സദസ്സിൽ തന്നെ
2 മാസം മുമ്പ് ഈ സദസ്സിൽ തന്നെ ഒരു വ്യക്തിനോട് പറഞ്ഞതാണ്. 2 മാസം 3 മാസം മുമ്പ് അദ്ദേഹം, 3-ലപ്പുറമല്ല, ഞാൻ കേട്ടത് തെറ്റാന്ന്, അദ്ദേഹം ഈ നാട്ടിലുള്ള 2 ആളുകളോട് സംസാരിച്ചപ്പോൾ ഇതേ വാദമാണ് അദ്ദേഹത്തോട് അവർ പറഞ്ഞത്. അത് ഈ ക്ലാസ്സിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പോൾ 3 മാസം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ആയില്ലല്ലോ. പിന്നെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാലിമാക്കായിട്ടോ അബ്ദുൽ ജബ്ബാറായിട്ടൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് 2013-ലാണ്. അന്നും അവരെന്നോട് ഈ വാദമാണ് പറഞ്ഞത്. ഇനി 13-ലാന്ന് വിചാരിച്ചു. അപ്പോൾ 16-ആയി. 3 മാസം മുമ്പത്തെ തെളിവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ അതെ. ഇത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി കാണിക്കാണ്ട്. ജിന്ന് ചികിത്സ നടത്തുന്നവരുണ്ട് കുറേ ആളുകൾ. ഇപ്പോൾ നിങ്ങൾ തന്നെ സൗദി അറേബ്യയിൽ കുറച്ചൊരു കൊല്ലങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം ദമ്മാമ എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെ നമ്മൾ മമ്മൂട്ടിയേച്ചി നാട്ടിൽ പോകും. അപ്പോൾ ആജിയർക്കൊരു ഫോൺ വന്നു. ആജിയർക്ക് ഫോൺ വന്നപ്പോൾ മൂപ്പര് അറബിയിലാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അറബി അറിയാലോ കുറച്ച്. അപ്പോൾ ഒരു പെണ്ണ് പറയണം അന്ത മസഹൂർ എന്ന് പറയണം. എനിക്ക് എന്ത് വായിച്ചിക്കണ്? സിഹിർ ബാധിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇജ്ജ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ആഫ്രിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ആഫ്രിക്കയിൽ നിന്ന് വിളിച്ചിട്ട് ഈ ഇവിടെ ദമാമിൽ നിൽക്കണ എനിക്കെങ്ങനെ സിഹിർ ബാധിച്ചെന്ന് എനിക്ക് മനസ്സിലായി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം. അപ്പോൾ മൂപ്പര് ഓള് ഫോൺ മാറ്റിയതൊന്നും ഓളറിഞ്ഞിട്ടില്ല, കാരണം ഓൾ ആഫ്രിക്കയിലല്ലേ. മൂപ്പരോട് സിഹിർ വായിച്ചെന്ന് പറഞ്ഞാൽ മൂപ്പര് അറബി അറിയാത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തെന്നെ പറയണേ നിൽക്കും സിഹിർ വായിച്ചിരിക്കണെന്ന്. അപ്പം ഇനിയിപ്പോൾ വേറെ ആൾക്ക് ഞാൻ കൊടുത്താൽ അപ്പോഴും തന്നെ പറയാ. അപ്പോൾ ഓളാ ഫോണ് ആർക്കൊക്കെ കൊടുത്തു ഓൽക്കൊക്കെ എന്താണ് സിഹിർ വായിച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എനിക്കങ്ങനെ സിഹിർ വായിച്ച് എന്താ ചെല്ലേണ്ടതെന്ന് എന്താവാ എനിക്ക് അറിയാം, ഇജ്ജിന്നെ പഠിപ്പിക്കണ്ട. അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ ശൈത്താനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇജ്ജാണ് വലിയ ശൈത്താനാണല്ലോ സിഹിർ അറിയുള്ളൂ, അല്ല എനിക്കിപ്പോൾ ഇത് അറിയില്ലല്ലോ, ഇജ്ജ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ അവൾ അള്ളാഹല്ലാൻ അബൂക്ക് അള്ളാഹല്ലാൻ ഉമ്മക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മാനെ വാപ്പാനെ അള്ള ശപിക്കട്ടെ എന്ന് ഓളെ ഞാൻ പറഞ്ഞു ശൈത്താൻ ശപിച്ചിട്ട് അള്ള ശപിക്കുമോ സ്വീകരിക്കുമോ എന്ന് ചോദിച്ച് ഫോൺ വെച്ച്. അപ്പം ഇങ്ങനൊരു ട്രെൻഡ് എല്ലായിടത്തും എന്തായിരുന്നു, ആളുകളോട് പറയാം സിഹിർ ബാധിച്ചിരിക്കുന്നു, എന്നിട്ട് ഓന് കുറേ അങ്ങനെ എങ്ങനെ ചെയ്യുക, എന്നിട്ട് അതിന് പൈസ പിടുങ്ങുക. ഇങ്ങനത്തെ ഒരു കാലം സൗദി അറേബ്യയിലും എന്നിട്ട് ഇവിടെ പള്ളികളിലൊക്കെ ബോർഡ് വെച്ചു. അതിൻ്റെ ആ ഇതും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത മോനെ ഇതിൻ്റെ ഉണ്ടോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തയമ്പ് ക്ഷമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്ത് നമ്മളില്ല. കാരണം അള്ളാന്റെ മുമ്പിലെ ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ, റസൂല് പഠിപ്പിച്ച ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ. നാട്ടുകാരെന്ത് വെറുതെ ഒന്നല്ല അള്ളാഹു എന്ത് പറഞ്ഞെന്നറിയോ? അതുകൂടെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളി. അതായത് യായുവല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവിടെ എന്താ പറഞ്ഞത്? അള്ളാന്റെ ദീന് വിട്ട് നിങ്ങൾ വേറെ ദീനുമായിട്ട് പോയ ഇനി വേറൊന്നും പറഞ്ഞത് ഇത് ഓല ആൾക്കാരൊന്നും അല്ലട്ടാ. ഇതിപ്പോൾ ദമാമിലൊന്നും കോബറിലും നടന്നോന്നല്ല. ഇത് ലോകത്ത് മൊത്തം പലരും ഇതേപോലെ എന്താകുന്നുണ്ട്. ഇതോല ആരും നടത്തിയതുമല്ല. ഞാൻ അതോ മൂല്യവാടെ കാണിച്ചു എന്ന് കണ്ടു. അല്ല അതല്ല ഞാൻ പറയണേ. ഇത് ഇപ്പം ഈ കണ്ട ചിത്രം അങ്ങനെ പലയിടത്തും ഉണ്ടാവും. അത് ഓല ഒന്നല്ല. പക്ഷേ പറഞ്ഞ് സംസാരിക്കുന്നത് എന്താണ് ബാലുശ്ശേരിയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള ചികിത്സ ഞാൻ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള ആ ചിത്രം എന്തല്ല അവരുതല്ല. പക്ഷെ അവർക്ക് ഈ വാദമുണ്ട്, അവർക്ക് എന്തുണ്ട് ഈ വാദമുണ്ട്. അപ്പോൾ ജിന്നു കൊണ്ട് ഇളകുമ്പോൾ സത്യത്തിൽ ഇത് സോഡിയത്തിൻ്റെ കേടാണ്. സോഡിയം കമ്മിയായാലും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പെണ്ണിന് എപ്പോഴും കുറുക്കിളക്കണം. അന്ന് കുറുക്കിളക്കുന്ന പറയാം, ജിന്നിളക്കുന്ന വെള്ളം കൊണ്ട് വരും മുടിയൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് നമ്മളൊക്കെ ചെറുതാണ്. അന്ന് അവിടുത്തെ ഒരു കാക്ക വന്നിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് തൊള്ളേക്കാണ് ഇട്ടുകൊടുക്കും. ഇപ്പോൾ സോഡിയം കുറവായ എല്ലാവർക്കും അറിയാം എന്താവും, ഭ്രാന്ത് പോലെ നമ്മൾ സംസാരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സോഡിയത്തിനൊക്കെ പ്രത്യേക ഗുളികളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രഷർ ഷുഗർ നല്ല കൂടുമ്പോൾ സോഡിയത്തിനെ ബാധിക്കും, സോഡിയം കമ്മിയാവും. അപ്പോൾ അത് സംസാരമൊക്കെ മാറും. ഭർത്താവിനെ ആദ്യം ചീത്ത പറയും, കാരണം ദേഷ്യം മൂപ്പരുടെയൊക്കെ അല്ല ആദ്യം അങ്ങനെ തുടങ്ങലാണ്. അപ്പോൾ ഇങ്ങനെ ജിന്ന്
ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള ജിന്നിനോട്, അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഈ ഇളകുന്ന എന്താണ്? ജിന്നാണ്. അപ്പോൾ ആ ജിന്നിനോട് ഇവരെന്താവും? ഇവർക്ക് എന്ത് നടത്തണം? സംസാരം നടത്തണം. അപ്പോൾ അതെന്താകണം? ഇസ്ലാമിൽ എന്താവണം? അനുവദനീയമാണ്. അപ്പോഴത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? തെളിവ് വേണം, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെന്തായത് പോയത്. ഈ സഹോദരിൻ്റെ അതിൻ്റെ അപ്പുറത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കല്ല എന്ന വാദം ഇവിടെ കേൾക്കേണ്ടായി. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ആ വാദമില്ല എന്നവർ പറയുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അവർക്ക് ഇപ്പോഴും ആ വാദമുണ്ട്. അവർ ജനങ്ങളോട് നേരിട്ട് പറഞ്ഞ ആളുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ചോദിച്ചു നോക്ക്, അപ്പോൾ അവർ ആ വാദം പറഞ്ഞു തരും ചെയ്യും. പിന്നെ ഈ വാദം വെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചിക്കാൻ പറ്റില്ല. അപ്പം എന്താവും? വാദമല്ല എല്ലാവരും അടുത്ത് പോയാലോ? പിന്നെ എന്തിനാ പോയത്? എന്തിനെ പോലും പോയത്? ഈ വാദം പറയാനാണ്. ഈ പറയുന്ന ക്ലിപ്പുകളൊക്കെ അതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്ലിപ്പുകൾ ഞങ്ങൾ മൊത്തമായി നിഷേധിക്കുന്നു, അതല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിൻ്റെ ആ ഒരു ലേഖനം നമ്മൾ കാണിച്ചു തന്നില്ലേ ഫസ്റ്റ്, അല്ലേ? ഇത് അവരുടെ പണ്ഡിത സംഘടന പറയണം, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഈ വാദം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കണം. ഇറക്കിക്കൂടെ? ഇതുവരുണ്ടോ? എവിടെ ഒരു പേപ്പറിലുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്കറിയോ ഒന്നും കൂടി, 2012 ഈ വിഷയങ്ങൾ വരുന്നത്. ഞാനൊക്കെ അന്ന് ഇവിടെ ഉണ്ട്. അന്ന് മുതൽ 2016 സൗദി അറേബ്യയിൽ, നമ്മൾ ഉദ്ധരിച്ചത് സൗദി അറേബ്യയിൽ ഒരു ഫത്വയാണ്, അത് വായിക്കാൻ സമയമല്ല. സൗദി അറേബ്യയിൽ പല പണ്ഡിതന്മാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുത്തുനിന്ന് ഇതിനെ കൗണ്ടർ ചെയ്യുന്നൊരു ഫത്വ, നമ്മളൊരു ഫത്വ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ പറയുന്ന രൂപത്തിലുള്ളൊരു ഫത്വ കൊണ്ടുവരാൻ ഇവർക്ക് ആർക്കും എന്തായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമുൽ ഖിയാമ, അന്ത്യനാൾ വരെ ഇവർക്ക് എന്താവില്ല, കഴിയില്ല. അത് ഇവർക്ക് ആർക്കും കഴിയില്ല. ഇവർ കൊണ്ടുവന്നിട്ടില്ല. ഇവർ മറ്റേ മദീനത്ത് വെച്ചിട്ട് ഒരു ദൗറ നടന്നപ്പോൾ അവിടുന്ന് NB സാലിമാക്കത് പണ്ഡിതന്മാർക്ക് എഴുതുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവർ എഴുതിയിരുന്നു. പക്ഷേ എഴുതി കിട്ടിയ മറുപടി ഇതുവരെ എന്തായിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കൂലേ? എനിക്ക് നമുക്കെതിരെ വരുത്തം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് തെളിവുണ്ടെങ്കിൽ ആധാരം അവൻ്റെ മുഖത്തൊക്കെ എറിഞ്ഞു കൊടുക്കൂലേ നമ്മൾ? പിടിക്കട, ആധാരത്തിൻ്റെ എല്ലാ മൂലയിലും എൻ്റെ പേരാണ് പറഞ്ഞിട്ട്. പക്ഷെ ഇവർക്ക് എറിയാൻ കഴിയില്ല, നമ്മളെ മുഖത്ത് നമുക്ക് എറിയാൻ കഴിയില്ല. കാരണം കയ്യിലെന്തില്ല, തെളിവില്ല. പിന്നെ ഒന്നുമില്ലെങ്കിൽ ചോറയ്ക്കാം. അതിനൊന്നും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്നിരുന്നിട്ട് സംസാരിക്കാം. അതെ. പിന്നെ അൻവർ പറഞ്ഞൊരു പോയിൻ്റാണ്, ഇപ്പോൾ വാദമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പോൾ വരുന്നത്? വാദമില്ലെങ്കിൽ ഇപ്പോൾ 11 മണിയാന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞു 11:30 ആയിക്കണം. അപ്പോഴാണല്ലോ തർക്കം ഉണ്ടാവുള്ളൂ. എല്ലാവരും പാടെ 11 മണി പറഞ്ഞു, എന്താ ചോറ് കഴിക്കാന്ന് അറിയില്ലേ? പിന്നെ ഇതിനെ തർക്കിക്കണേ. അപ്പം വേറെ എന്തോ ഒരു വാദം അവർക്കുണ്ട്. 3, 4, 5 ഒക്കെ മുഖാമുഖമൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഖുർആൻ ക്ലാസ്സിൽ വന്ന ഇവരെ പിടിച്ച് എങ്ങനെ എന്താകണം, സംഘടനകൾ എന്താണ് എപ്പോഴും ആളെ കൂട്ടാൻ എന്താകണ് നോക്കുക. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വാദം ഉണ്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വാദമൊന്നുമില്ല എന്ന് ഒരു മേപ്പൊടി പറയും. അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഈ വാദം തന്നെയാണ് അവർക്കുള്ളത്. അവർ നേരിട്ട് സംസാരിച്ചതും അത് തന്നെയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ഇവിടെ ഉണ്ടാവും, നാളെ പണിയൊന്നുമില്ലല്ലോ. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ഷാഹിദിനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ യൂത്ത് വിങ്ങിൻ്റെ 2ാമത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുത്ത നിങ്ങളേവരെയും ഇസ്ലാഹി സെൻറ്ററിൻ്റെയും യൂത്ത് വിങ്ങിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ സഭയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇസ്ലാഹി സെൻറ്ററിൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.